ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. അധ്യായം 8. ചെല്ലിക്കടപ്പുറത്തു നിന്ന് ചാകര ഒഴിഞ്ഞുപോയി. ഒരൊറ്റ വള്ളം പോലും കരയ്ക്കടിപ്പിക്കാൻ വയ്യ. ന്യൂനമർദ്ദവും കടൽക്ഷോഭവും അതിൻ്റെ പൊട്ടും പൊടിയും എല്ലാം അവസാനിച്ചിട്ട് ആഴ്ച 1 കഴിഞ്ഞു. ചെല്ലിക്കടപ്പുറം എന്നൊരു കടപ്പുറമേ ഇല്ല. കാരക്കാട്ട് സൈമൺ തരകൻ്റെ തെങ്ങും പറമ്പിലേക്ക് വന്ന് കടലിടിച്ച് തീരുകയാണ്. പിഴുതു വീണ തെങ്ങിൻ തടികളാണ് എമ്പാടും. അതുവരെയുണ്ടായിരുന്ന ചെല്ലിക്കടപ്പുറം എവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ക്രിക്കറ്റ് മൈതാനം പോലെ അതിവിശാലമായിരുന്നു ചെല്ലിക്കടപ്പുറം. അവിടെ സഞ്ചാരികൾ പോലും വരികയും പോവുകയും ചെയ്തിരുന്നു. അവിടെ അർത്തുങ്കലെയും മാരാരിയിലെയും പോലെ ഒരു കുരിശടിയുണ്ടായിരുന്നു. അവിടെ മീൻ പരത്താനുള്ള മണൽപ്പരപ്പുമുണ്ടായിരുന്നു. 100 മീൻവണ്ടികൾ വന്നാലും കയറ്റിയിടാനുള്ള ഇടം, 6-7 ടീ ഷോപ്പുകൾ ഇരുന്ന ഇടം, 40ഓളം വള്ളങ്ങൾ കയറ്റി വെച്ചുകൊണ്ടിരുന്ന ഇടം, പ്രായമായവർ കേടായ വല നിവർത്തി തുന്നിക്കൊണ്ടിരുന്ന ഇടം എല്ലാം കടലെടുത്തു പോയി. ചെല്ലിക്കടപ്പുറത്തെ ജനം അറിയാതെ മൂക്കത്ത് വിരൽ വെച്ചു. അവർ അപ്പോഴും അന്യോന്യം പറഞ്ഞു, ഈ കടല് സത്യമുള്ളതാണ്, കടലമ്മ സത്യമുള്ളവളാണ്. ഈ കടപ്പുറത്ത് അരിവാൾ ആഞ്ഞുകൊത്തി ഉഗ്രശാപം ചൊരിഞ്ഞ എമിലി സത്യമുള്ളവളാണ്. അവൾ പ്രസവിച്ച സൈമൺ തരകൻ്റെ സന്തതി ശൗരിയും സത്യമുള്ളവനാണ്. നിങ്ങ കേട്ടാർന്നാ? അവളുണ്ടല്ലോ, കടലിൽ കാണാണ്ട് പോയ ആഞ്ചലോൻ്റെ കെട്ടിയോള് എമിലി. അവൾ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നശിച്ചു പോട്ടേന്ന്. കടല് കയറി വന്നത് കണ്ടോ? എവിടെ പോയി ചെല്ലിക്കടപ്പുറം? എവിടെ പോയി ചാകര? നീണ്ട 36 വർഷമായി ചാകര കിടന്ന കടപ്പുറമാണ് ഇല്ലാണ്ടായത്. ചെല്ലിക്കടപ്പുറത്തെ വള്ളക്കാർ വള്ളവുമായി ചെല്ലിക്കടപ്പുറത്തേക്കും കാട്ടൂരേക്കും പുന്നപ്ര പള്ളിയിലേക്കും തോട്ടപ്പള്ളിക്കും ചേക്കേറി. ചെല്ലിക്കടപ്പുറം വിജനമായി. കാക്കകളും നായ്ക്കളും കൂടി ഒഴിഞ്ഞുപോയി. അയൽക്കാരി പെണ്ണുങ്ങൾ എമിലിയോട് പറഞ്ഞു, എന്നാലും എമിലിയെ ഇത്ര കടുപ്പിച്ചു വേണ്ടായിരുന്ന. എത്ര പേരുടെ കഞ്ഞുകടി മുട്ടിച്ചു നീ ഒരുത്തി. ഞാൻ എന്തു ചെയ്തു? എമിലി അന്തം വിട്ടു. എന്തു ചെയ്തെന്നോ? നിന്റെ ഒടുക്കലത്തെ പ്രാഗിയിട്ടല്ലേ ചെല്ലിക്കടപ്പുറം നശിച്ചു പോയത്. അത് ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. എൻ്റെ ചായക്കട സൈമൺ മുതലാളി നശിപ്പിച്ചത് നിങ്ങ കണ്ടായിരുന്നല്ലോ. ആരും ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. ഇപ്പം നിനക്ക് തൃപ്തിയായോ? നീ ഇനി എവിടെ കൊണ്ടുപോയി ചായക്കട വയ്ക്കും? എവിടെ കൊണ്ടുപോയി മീൻ പരത്തും? കടപ്പുറമുണ്ടോ? ഇല്ലല്ലോ. കടപ്പുറമില്ലാണ്ടായത് എൻ്റെ കുറ്റമല്ല. റേഡിയോയിൽ പറയണത് എല്ലാം കേട്ടതല്ലേ? ന്യൂനമർദ്ദം വരാൻ പോണെന്ന്, വലിയ കാറ്റും മഴയും വരുമെന്ന്. ഇതിനു മുൻപും അങ്ങനൊക്കെ വന്നിട്ടില്ലേ? പല കടപ്പുറങ്ങളും വലുതായി വന്നിട്ടില്ലേ? എന്നാലും നീ ഒടുക്കലത്തെ പ്രാഗിയിട്ടാണല്ലോ ചെല്ലിക്കടപ്പുറം ഇല്ലാണ്ടായത്. ഞാൻ പ്രാഗിയെങ്കിൽ അപ്പം തന്നെ നശിച്ചു പോണായിരുന്നു. പിന്നെ 2 ആഴ്ചയും കൂടി ഉണ്ടായിരുന്നല്ലോ ചെല്ലിക്കടപ്പുറം. ആ ന്യായമൊന്നും ആർക്കും കേൾക്കണ്ട. അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു കുറ്റവാളിയെ കിട്ടിയിട്ടുണ്ട്, എമിലി. അവൾ ശപിച്ചതുകൊണ്ടാണ് 36 വർഷം ചാകര കിടന്ന കടൽ അക്രമാസക്തമായി തീർന്നത്. അവൾ ശപിച്ചതുകൊണ്ടാണ് ചെല്ലിക്കടപ്പുറം കടലെടുത്തു പോയത്. കാരക്കാട്ട് സൈമൺ തരകൻ്റെ ബംഗ്ലാവിലും ചില അവസരങ്ങളുണ്ടായി. എൽസമ്മ സൈമൺ തരകനോട് പറഞ്ഞു, അവക്കൊരു കൊച്ചിനെ സൃഷ്ടിച്ചു കൊടുത്തിട്ട് ചെലവിന് കൊടുക്കാത്തത് പോട്ടെ, അവളുടെ കഞ്ഞികുടി മുട്ടിക്കണമായിരുന്നോ? അവളുടെ വീട്ടിൽ കഞ്ഞി വയ്ക്കുമ്പം ഒരിത്തിരി വറ്റ് നിങ്ങളുടെ ചോരയിലുണ്ടായ ഒരു കൊച്ചിൻ്റെ വിശപ്പെടുക്കാനും കൂടെ വേണ്ടിയാണെന്ന് ഓർത്തില്ലല്ലോ. അവിടെ ചായക്കട പൊളിച്ചെറിഞ്ഞിട്ട് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? സൈമൺ തരകൻ്റെ ചോര തിളച്ചു. ആദ്യം സൈമൺ തരകൻ എൽസമ്മയെ 2 തെറി വിളിച്ചു. പിന്നെ എൽസമ്മയുടെ അപ്പനെ വിളിച്ചു. ഒടുവിൽ എൽസമ്മയുടെ അമ്മയ്ക്കും വിളിച്ചു. എന്നിട്ട് വിഷയത്തിലേക്ക് വന്നു. എടി, കടൽ അങ്ങനെ കയറി ഇറങ്ങിയും കിടക്കും. ഏതെങ്കിലും ഒരു പീറപ്പെണ്ണ് കടപ്പുറത്ത് വന്ന് നിന്നോണ്ട് ശപിച്ച ഇളകാനുള്ളതല്ല ഇന്ത്യൻ മഹാസമുദ്രം. അതിൻ്റെ കരയ്ക്ക് അവളൊരുത്തി മാത്രമല്ല ജീവിക്കുന്നേ. വേറെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. കടൽ കയറി വന്നപ്പോൾ 1000കണക്കിന് പേരുടെ വീട് പോയി. കുറേ പേർ മരിച്ചു. വേറെ കുറേ പേർ കാണാണ്ടായി. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഒരുപാട് ബോട്ടുകളും വള്ളങ്ങളും മുങ്ങി. വലകളും ഇഞ്ചിനും നഷ്ടപ്പെട്ടു. അതെല്ലാം അവളൊരുത്തി ശപിച്ചിട്ടാ? അവളുടെ ചായക്കട പൊളിച്ചതിന് പകരം ചോദിക്കാൻ കടൽ കയറി വന്ന് ഇതെല്ലാം ചെയ്തെന്നാണോ നിന്റെ വിശ്വാസം? കടൽ കോപിച്ചത് ന്യൂനമർദ്ദം വന്നിട്ട്. അവൾ ശപിച്ചിട്ടും പോയ ശേഷം 2 ആഴ്ച ചെല്ലിക്കടപ്പുറത്ത് നല്ല പണിയുണ്ടായിരുന്നു. വള്ളക്കാര് ലക്ഷക്കണക്കിന് രൂപയുടെ മീൻ വാരി. കാറ്റും മഴയും ഭൂകമ്പവും വരണത് ആരും ശപിച്ചിട്ടല്ല. പാവങ്ങളുടെ വീടും വള്ളവും വലയും ഇഞ്ചിനും കടലെടുത്തോണ്ട് പോകുന്നത് ആരും ശപിച്ചിട്ടില്ല. ഒരു കടപ്പുറത്തും ചാകര സ്ഥിരമായി നിന്നിട്ടില്ല. പണ്ട് അന്തേരി കടപ്പുറത്ത് ചാകരയുണ്ടായിരുന്നു. 50 വർഷക്കാലം നിന്നു. ഇപ്പം അവിടെ വള്ളം എടുക്കുമോ?
ഇല്ല, അന്തേരി കടപ്പുറം ഇന്ന് ടൂറിസ്റ്റുകാർക്കുള്ള കടപ്പുറമാ. ആരെങ്കിലും ശപിച്ചിട്ടാ? സൈമൺ തരകൻ വിശദീകരിച്ചപ്പോൾ അത് ശരിയാണെന്ന് എൽസമ്മയ്ക്ക് തോന്നി. ഇന്ത്യ മഹാസമുദ്രം ഒരുത്തിക്കും സ്ത്രീധനം കിട്ടിയതൊന്നുമല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. പക്ഷേ കടപ്പുറംകാർ പറയണത് എന്താണ്? എൻ്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ഒരുത്തനും പറയത്തില്ല. അവൻ്റെയൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് പറയട്ടെ. ഇതിൻ്റെയൊക്കെ വല്ല കാര്യവും ഉണ്ടായിരുന്നോ? ആ ചായക്കടയും വെച്ചോണ്ട് അവിടെങ്ങാനും അവൾ അടങ്ങിക്കഴിഞ്ഞേനെ. അപ്പ കടിക്കാത്ത പട്ടീൻ്റെ വായിൽ കോലിട്ട് കുത്താൻ പോയി. ഇപ്പോൾ ആളുകൾ എന്താ പറയണേ? സൈമൺ തരകൻ കാരണം ചെല്ലിക്കടപ്പുറം നശിച്ചു. കടൽ സത്യമുള്ളതാ. എമിലി സത്യമുള്ളവളാ. സത്യമില്ലാത്ത ഒറ്റ ആളെയുള്ളൂ, കാരക്കാട്ട് സൈമൺ തരകൻ. അവറ്റോള് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് പോയി തണ്ടട്ടെ. സൈമൺ തരകൻ്റെ കടപ്പുറത്ത് വള്ളം ഇറക്കിയും മീൻ പരത്തിയും സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതല്ലേ. ഇനി അനുഭവിക്കട്ടെ. നമുക്കും നഷ്ടം വന്നില്ലേ? ആയിരക്കണക്കിനും 10,000-കണക്കിനും ദിവസവും കിട്ടിക്കൊണ്ടിരുന്നതല്ലേ. വണ്ടികൾ കയറ്റിയിടുന്നതിൻ്റെ തറ വാടക തന്നെ എത്രയായിരുന്നു? ഒക്കെ പോട്ടെ, തെങ്ങും പറമ്പ് 1.5 ഏക്കർ കടലെടുത്തില്ലേ. ഞാൻ അവളുടെ ചായക്കട പൊളിച്ചു കളഞ്ഞതുകൊണ്ടാണോടി ഇതൊക്കെ? അങ്ങനാണോ നീയും ധരിച്ചു വച്ചേക്കണത്? കടപ്പുറത്തുകാർ പറയണത് അതല്ലേ? എൽസമ്മേ, നീ മിണ്ടല്ല. നിനക്ക് വിവരമില്ല. പള്ളിയും ചട്ടക്കാരും എമിലിയും കടപ്പുറംകാരും പുണ്യാളന്മാരും ഒന്നുമല്ല കടൽ നിയന്ത്രിക്കണേ. കടൽ നിയന്ത്രിക്കണത് കാറ്റാ. കാറ്റിനെ പിടിച്ചു കെട്ടുന്നതും അഴിച്ചുവിടുന്നതും കാലാവസ്ഥയാ. കാലാവസ്ഥയുണ്ടാകുന്നത് ചൂടുകൊണ്ടും തണുപ്പ് കൊണ്ടുമാ. ചുരുക്കി പറഞ്ഞ ചൂടും തണുപ്പുമാ സകലതിൻ്റെ അടിസ്ഥാനം. ഈ ചൂടും തണുപ്പും ആരുണ്ടാക്കുന്നതാ? നിന്റെ അപ്പൻ ഫ്രാൻസിസ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ. കൈ ചൂണ്ടി പറഞ്ഞിട്ട് സൈമൺ തരകൻ എഴുന്നേറ്റ് ഒരൊറ്റപ്പോക്ക്. എൽസമ്മയുടെ ഒക്കത്തിരുന്ന കുഞ്ഞു ഡാൻഡസ് പൊടുന്നനെ പൊട്ടിച്ചിരിച്ചു. അയാളുടെ ആ എഴുന്നേറ്റ് പോക്ക് എന്തോ വലിയ കോമഡിയായിട്ടായിരിക്കണം അവൻ കണ്ടത്. നീ എന്ത് കണ്ടിട്ടാടാ മുത്തേ ഇളിക്കുന്നേ? നിനക്ക് വല്ലോ മനസ്സിലായോ? എൽസമ്മ ഡാൻഡസിൻ്റെ മൂക്കത്ത് തൻ്റെ മൂക്കുരസിക്കൊണ്ട് ചോദിച്ചു. അവൻ ചിരി നിർത്തിയിട്ട് അവളുടെ 2 ചെവിയും പിടിച്ചിട്ട് മൂക്കത്ത് ഒരു കടി വെച്ചു കൊടുത്തു. അയ്യോടാ, ഇതെന്നാ പണിയാ മോനെ കാണിച്ചേ? എൽസമ്മയ്ക്ക് ശരിക്കും നൊന്തു. എൽസമ്മയ്ക്ക് തൻ്റെ മൂത്ത മക്കളായ റോബിനേക്കാൾ, റോണിയേക്കാൾ, ഡോളിയേക്കാൾ ഇഷ്ടം ഡാൻഡസിനെയാണ്. അവൻ്റെ കുസൃതി കണ്ണുകളും ചിരിയും അവൻ്റെ കൊഞ്ചലും എത്ര കണ്ടാലും മതിവരില്ല എൽസമ്മയ്ക്ക്. തൻ്റെ കുഞ്ഞിനെ മറ്റുള്ളവർ സ്നേഹത്തോടും കൗതുകത്തോടും കൂടി നോക്കുന്നത് എൽസമ്മയെ അഭിമാനപുളകതയാക്കാറുണ്ട്. ഒന്ന് നോക്കിപ്പോയാൽ പിന്നെ ആരും കണ്ണെടുക്കില്ല. ഇത്രയും സുന്ദരനായ ഒരാൺകുട്ടി സൈമൺ തരകനിൽ നിന്ന് എനിക്ക് ജനിക്കുമെന്ന് എൽസമ്മ സ്വപ്നത്തിൽ കൂടിയും സങ്കല്പിച്ചിട്ടില്ല. എൽസമ്മയുടെ അമ്മ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കും. ഡാൻഡസിന് ആരുടെയും കണ്ണ് കിട്ടാതെ നോക്കണേ മോളെ. കൊച്ചിനെയും കൊണ്ട് പുറത്തെങ്ങാനും പോയിട്ട് വരുമ്പം ഒരു വെള്ളി രൂപ തൊട്ട് ഒഴിഞ്ഞ് പുണ്യാളച്ചന് നേർച്ചയിട്ടേക്കണേ. ഓരോ മനുഷ്യന്മാരുടെ കണ്ണുപെട്ട അത് മതി. ഡാൻഡസിന് ഒരു ജലദോഷം വന്നാൽ എൽസമ്മ കരുതി അത് ആരുടെയെങ്കിലും കണ്ണുപെട്ടിട്ടാണ്. ഡാൻഡസിന് പനിയോ ക്ഷീണമോ വന്നാലും അവൾ അങ്ങനെ തന്നെ വിചാരിച്ചു. എൽസമ്മയുടെ മൂത്ത മക്കൾ കുറെ മുതിർന്നിട്ടായതിനാൽ അവർ 3 പേരും കുശുമ്പൊന്നും കൂടാതെ ഡാൻഡസിനെ സ്നേഹിച്ചു. അവനെ എടുത്തുകൊണ്ട് നടക്കാൻ തമ്മിൽ മത്സരിച്ചു. റോബിന് 12 വയസ്സും റോണിക്ക് 9 വയസ്സും ഡോളിക്ക് 5 വയസ്സുമായിരുന്നു യഥാക്രമം പ്രായം. ഒരു ഞായറാഴ്ച തുമ്പോളി പള്ളിയിൽ വെച്ച് റെജീന എൽസമ്മയെ കണ്ടുമുട്ടി. പള്ളി കഴിഞ്ഞിറങ്ങിയപ്പോൾ റെജീന എൽസമ്മയുടെ അരികെ ചെന്ന് ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോ? എൽസമ്മയ്ക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല. റെജീന എന്നാ എൻ്റെ പേര്. ഞാൻ ചേർത്തല KCM ഹോസ്പിറ്റലിലെ നേഴ്സാ. ഇപ്പോൾ എൽസമ്മയ്ക്ക് ഓർമ്മ വന്നു. അവൾ റെജീനയെ ചിരിച്ചു കാട്ടി പരിചയം പുതുക്കി. മോനെ ഒന്ന് കാണട്ടെ. റെജീന ഡാൻഡസിനെ തോളത്ത് കിടത്തിയിരുന്ന വശത്തേക്ക് നീങ്ങി. എൽസമ്മ അവൾക്ക് കാണാൻ പാകത്തിൽ തിരിഞ്ഞു. ഡാൻഡസിൻ്റെ കണ്ണ് പക്ഷേ പള്ളിമുറ്റത്തുകൂടി ഓടിപ്പോയിക്കൊണ്ടിരുന്ന ഒരു ബാലൻ്റെ നേർക്കായിരുന്നു. മോനെ ഒന്ന് നോക്കിയടാ, ഇതാരാണെന്ന്. എൽസമ്മ അവൻ്റെ മുഖം പിടിച്ചു തിരിച്ചു. തേ. അവൻ ബാലൻ്റെ നേർക്ക് കൈ ചൂണ്ടി. റെജീന അവൻ്റെ സുന്ദരമായ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അവൻ പോലും പ്രതീക്ഷിക്കാത്ത വേഗത്തിൽ എൽസമ്മയുടെ തോളത്ത് നിന്ന് അവനെ വാരിയെടുത്തു. ഒരു നിമിഷം എൽസമ്മ അമ്പരന്നു പോയി. കാരക്കാട്ട് സൈമൺ തരകൻ്റെ ഭാര്യയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ അനുവാദം കൂടാതെ പിടിച്ചു വാങ്ങാനുള്ള ധൈര്യം ആർക്കുണ്ട്? ഡാൻഡസ് ഒരു മാത്ര അവിശ്വാസത്തോടെ റെജീനയെ നോക്കി. റെജീന ഓമനത്തം കളിയാടുന്ന അവൻ്റെ കവിളത്ത് ഒരു ഉമ്മ കൊടുത്തിട്ട് കൊഞ്ചി. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ആരാ കുളിപ്പിച്ചേന്നറിയോ? ആരാ ഒരുക്കിയെന്നറിയോ? ആരാ വെയിൽ കൊള്ളിച്ചെന്നറിയോ? ഞാനാ. റെജീന കാണിച്ച ധൈര്യത്തിൻ്റെ പൊരുൾ എൽസമ്മയ്ക്ക് മനസ്സിലായി. എന്നാൽ അവൾ കാണിച്ചത് ധൈര്യമല്ലെന്നും അതൊരു തരം അവകാശബോധത്തിൽ നിന്നുണ്ടായ അധികാര പ്രകടനമാണെന്നും അവൾ അറിഞ്ഞില്ല.
ഡാൻഡസിനെ അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ ഇളം ചൂട് അവൾക്ക് കിട്ടി. അവൾ അവന് വീണ്ടും ഉമ്മ കൊടുത്തു. അവനെ കയ്യിൽ ഉയർത്തിപ്പിടിച്ച് കുലുക്കി. അവനെ ഇരു കൈകളിലും ഊഞ്ഞാലാട്ടുന്നത് പോലെ ആട്ടി. അപ്പോൾ അവൻ ഇക്ലി പൂണ്ട പോലെ കിലുകിലെ ചിരിച്ചു. അതെല്ലാം കണ്ട് എൽസമ്മ സന്തോഷിച്ചു. ഇതാണോ നിങ്ങളുടെ പള്ളി? എൽസമ്മ ചോദിച്ചു. ഞങ്ങളുടേത് അന്തേരിപ്പള്ളിയാ. ഇടയ്ക്ക് എവിടെയും വരും. ഞാനും ഇടയ്ക്ക് വരാറുണ്ട്. ഞങ്ങളുടേത് ചെത്തിപ്പള്ളിയാ. നേർച്ചയൊക്കെ ഇവിടെ കഴിക്കാറ്. അല്ലെങ്കിൽ അർത്തുങ്കെ പോകും. ഇവൻ എങ്ങനെയുണ്ട്? കുസൃതിയാണോ? ഭയങ്കര കുസൃതിയാ. ഇപ്പോഴും KCM-ലെ നേഴ്സാണോ? അതെ അതെ. കല്യാണം കഴിഞ്ഞോ? ഇല്ല, ആലോചനയൊക്കെ നടക്കുന്നു. അവസാനം വാരിയണച്ച് ഒരു ഉമ്മ കൂടി കൊടുത്ത് കുഞ്ഞു ഡാൻഡസിനെ റെജീന തിരികെ നൽകി. നല്ല പോലെ വളർത്തി നല്ല മിടുക്കനാക്കിയേക്കണേ. എല്ലാ അമ്മമാരും അങ്ങനെയല്ലേ? എൽസമ്മ തിരിച്ചു ചോദിച്ചു. ശരിയായിരിക്കും. പക്ഷേ ഇവനെനിക്ക് എൻ്റെ മോനെ പോലെയാ. എൽസമ്മയുടെ നെറ്റി ചുളിഞ്ഞു. സൈമൺ തരകൻ്റെ മോൻ എങ്ങനെ ഒരു നേഴ്സിന് മോനെപ്പോലെയാകും? ഇവൻ്റെ പ്രസവം എടുത്തതും കുളിപ്പിച്ചതും ഒരുക്കിയതുമൊക്കെ ഞാനല്ലേ. അന്നേ എനിക്കിവനെ ഇഷ്ടപ്പെട്ടതാ, റജീന വിശദീകരിച്ചു. എൽസമ്മ സമാധാനത്തോടെ ചിരിച്ചു. പോട്ടെ ചേച്ചി. റജീന പോകാനായി തിരിഞ്ഞു. 2 ചുവട് നടക്കുകയും ചെയ്തു. എന്നിട്ട് പെട്ടെന്നെന്തോ ഓർത്ത പോലെ തിരിഞ്ഞു നിന്നു. എൽസമ്മ ചേച്ചി. കാറിനടുത്തേക്ക് നടക്കാനാഞ്ഞ എൽസമ്മ തല തിരിച്ചു നോക്കി. ഒരു ദിവസം ഞാൻ ചോദിക്കും. അന്ന് അവനെ എനിക്ക് തിരിച്ചു തന്നേക്കണേ. എൽസമ്മ അന്തം വിട്ടു നിന്നു. റജീന പള്ളിമുറ്റത്തെ ഒരു മണലിലൂടെ നടന്നങ്ങ് പോയി. എൽസമ്മ വിചാരിച്ചു, ആ നേഴ്സിന് വട്ടായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും പറയുമോ? അതും കാരക്കാട്ടെ സൈമൺ തരകൻ്റെ ഭാര്യയോട്. റജീന ചെല്ലുമ്പോൾ കുഞ്ഞന്നെയും എമിലിയും കൂടി കയർ പിരിക്കുകയായിരുന്നു. നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് തൊണ്ടു തല്ലിയ ചകിരിക്കൂന മടിയിൽ വെച്ച് ഇഴകൂട്ടി വിടുകയാണ് കുഞ്ഞന്ന. റാട്ട് കറക്കുന്നത് എമിലി. ചെല്ലിക്കടപ്പുറം നാമാവശേഷമായ ശേഷം തൊണ്ടുതല്ലി കയർ പിരിച്ചും ഓലമെടഞ്ഞുമാണ് എമിലിയും കുഞ്ഞന്നയും കൂടി കുടുംബം പോറ്റുന്നത്. റജീനയെപ്പോലെ നേഴ്സിംഗ് പഠിക്കണമെന്നാണ് വിൻസിയുടെ ആഗ്രഹം. ചേച്ചി എന്ന വിളി കേട്ട് എമിലി നോക്കിയപ്പോൾ റജീന വരുന്നത് കണ്ടു. അവൾക്ക് അത്ഭുതം തോന്നി. കഴിഞ്ഞയാഴ്ച തന്നോട് പിണങ്ങിപ്പോയവളാണ്. അന്ന് മുന്തിരിങ്ങ വെച്ച ബൺ അവൾ വാങ്ങിക്കൊണ്ടുവന്നു. ജാനറ്റിനും ഡെന്നിച്ചനും കൊടുത്തു. പാവം ശൗരിക്കുട്ടിക്ക് അവൾ ബണ്ണ് തിന്നുന്നത് നോക്കി വായിൽ നിന്ന് തേനൊലിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടി വന്നു. എമിലി അന്ന് റജീനയെ വായിൽ തോന്നിയതെല്ലാം പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ഇനി മേലിൽ ഈ വീട്ടുമുറ്റത്ത് കയറിപ്പോരുതെന്ന് പറഞ്ഞു. ചേച്ചിയുടെ മണിമാളികയിലേക്ക് ഇനി ഒരിക്കലും വരില്ലെന്ന് പറഞ്ഞ് മടങ്ങിപ്പോയവളാണ് റജീന. എമിലി അവളെ നോക്കി ചിരിച്ചു. വേണ്ട, ഇളിക്കണ്ട. എത്ര തെറി കേട്ടാലും പിന്നെയും പിന്നെയും വരാൻ നാണം കെട്ട ഞാനുണ്ടല്ലോ, റജീന മുഖം വീർപ്പിച്ചു പറഞ്ഞു. എന്നിട്ട് എമിലിയുടെ അരികെ ചെന്നിരുന്നു. എൻ്റെ ചേച്ചി, ഞാനിന്ന് കാരക്കാട്ടെ എൽസമ്മയുടെ മോനെ കണ്ടു. എന്താ നിറം, എന്താ ഭംഗി, എന്താ അവൻ്റെ ഒരു ചിരി. കയ്യിലെടുത്താൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ തോന്നൂല. നീ അതിനെ എടുത്ത പോലാണല്ലോ പറച്ചിൽ കേട്ട. എടുത്തു. അത് സൈമൺ മുതലാളിയുടെ സന്തതിയല്ലേടി. പിന്നെ എൻ്റെ കൊച്ചിനോട് മാത്രമെന്താ നിനക്കത്ര തീണ്ടലും വെറുപ്പും? എമിലി അമർഷത്തോടെ റജീനയെ നോക്കി. അധ്യായം 9. റജീനയ്ക്ക് എമിലിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പാവം തോന്നി. തൻ്റെ ചേച്ചി എന്തറിയുന്നു? തൻ്റെ ചേച്ചി പ്രസവിച്ച മകൻ സൈമൺ മുതലാളിയുടെ ബംഗ്ലാവിൽ സകല സൗഭാഗ്യങ്ങളോടും കൂടി രാജകുമാരനെ പോലെ വളരുന്നു. സൈമൺ തരകൻ്റെയും എൽസമ്മയുടെയും മകൻ തിണ്ണയിലിരുന്ന് മണ്ണ് മാന്തി തിന്നുന്നു. മണ്ണ് എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വല്ലാത്തൊരു പ്രാഗൽഭ്യമുണ്ട് ശൗരിക്കുട്ടിക്ക്. അവൻ്റെ കൈവിരലുകൾ ഇരുമ്പാണികളാണോ എന്ന് എമിലി സംശയിച്ചിട്ടുണ്ട്. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് അവൻ ഇടത്തും വലത്തും നോക്കും. എന്നിട്ട് സിമൻ്റ് തിണ്ണയുടെ വിണ്ടുകീറിയ വിടവിലും ചുമരിൻ്റെ ഇഷ്ടികൾക്കിടയിലും വലതു കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് കിള്ളും. അല്പസമയത്തിനുള്ളിൽ അവിടെ ഒരു കുഴി രൂപപ്പെട്ടു വരും. ഇടം വലം നോക്കിക്കൊണ്ട് അവൻ ധൃതിയിൽ മണ്ണ് തോണ്ടിയെടുത്ത് വായിലിടും. അവനുണ്ടാക്കിയ സുഷിരങ്ങളെയുള്ളൂ ചുമരിലും തിണ്ണയിലും. തറയിൽ എന്ത് സൂക്ഷ്മവസ്തു കിടന്നാലും അവനെടുത്ത് വായിലിടും. എമിലി തലയിൽ കൈവച്ച് പറയും, ഇവൻ്റെ കണ്ണിൽ പൂതക്കണ്ണാടി വച്ചിട്ടുണ്ടെന്നാ തോന്നണേ. മുറിയുടെ മൂലയ്ക്ക് ഒരു മുട്ടുസൂചി കിടപ്പുണ്ടെങ്കിൽ അതും കണ്ടുപിടിച്ച് തപ്പിയെടുത്ത് വായിലിടും. ചേച്ചി, അതും സൈമൺ തരകൻ്റെ മകൻ, ഇതും സൈമൺ തരകൻ്റെ മകൻ. പക്ഷേ എനിക്ക് അവനെയാ ഇഷ്ടം, റജീന പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്നാ ഞാൻ ചോദിച്ചേ. നീ എന്തിനാ ആ കൊച്ചിനെ എടുത്തേ? അതിന് ഉമ്മയും കൊടുത്തു കാണും ഇല്ലേടി? ഉവ്വ്, കൊടുത്തു, റജീന ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ആരും ഉമ്മ കൊടുത്തു പോകും ചേച്ചി, അത്രയ്ക്ക് സുന്ദരനാവൻ. എന്നിട്ട് എൻ്റെ മോനെ കാണുമ്പം നിനക്ക് വെറുപ്പ് അല്ലേടി?
കാരക്കാട്ട് ബംഗ്ലാവിലെ മുതലാളിച്ച് പെറ്റ കൊച്ചിനെ എടുത്ത് നിനക്ക് കൊഞ്ചിക്കാം. ഞാൻ പ്രസവിച്ച മോനെ കണ്ണെടുത്ത കണ്ടൂടെ നിനക്ക്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ചേച്ചി. ചേച്ചിക്ക് എന്തറിയാം? ഒന്നും അറിയത്തില്ല. വേണ്ട, നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. നീ എന്തിനാടി ഇങ്ങോട്ട് വന്നത്? സൈമൺ മുതലാളിൻ്റെ ബംഗ്ലാവിലോട്ട് പോയിക്കൊള്ളാൻ മേലായിരുന്നോ? വന്നു കയറിയ ഉടനെ ചേച്ചിയോട് വഴക്കിടാൻ ഞാനില്ല. എവിടെ ജാനറ്റും ഡെന്നിച്ചനും? അതിന് എമിലി മറുപടി പറഞ്ഞില്ല. റെജീന തിണ്ണയിലേക്ക് കയറി. അവിടെ ശൗരിക്കുട്ടി തിണ്ണയിൽ കമിഴ്ന്നു കിടന്ന് താഴേക്ക് കൈ തൂക്കിയിട്ട് എത്തിവലിഞ്ഞ് വല്ല വിധേനയും ചൂണ്ടുവിരൽ മുറ്റത്തെത്തിച്ച് അതുകൊണ്ട് മണ്ണ് മാന്തിയെടുത്ത് വായിലിടുന്നുണ്ടായിരുന്നു. കൊള്ളാം, നല്ല ജോലിയാ, നടക്കട്ടെ. പിറുപിറുത്തുകൊണ്ട് റെജീന അകത്തേക്ക് കയറിപ്പോയി. എമിലി വന്ന് നോക്കിയപ്പോൾ ശൗരിക്കുട്ടി മണ്ണ് തോണ്ടിത്തോണ്ടി തിന്നുകയാണ്. എമിലി കൈവലിച്ച് തുടയ്ക്ക് ഒറ്റയടി വെച്ചു കൊടുത്തു. ശൗരിക്കുട്ടി ഞെട്ടി അമ്മയെ നോക്കി. അമ്മ അവനെ അങ്ങനെയൊന്നും തല്ലാറില്ല. പക്ഷേ ഇപ്പോൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയതും അവൻ പേടിച്ചുപോയി. ഇനിയും പുറകെ അടി കിട്ടിയേക്കുമെന്ന് അവന് തോന്നി. അവൻ്റെ വായിലും ചുണ്ടിലുമെല്ലാം മണ്ണ് പുരണ്ടിരുന്നു. നീ ഇവിടിരുന്ന് മണ്ണ് വാരി തിന്ന്. നിന്നെപ്പോലൊരുത്തൻ വലിയ ബംഗ്ലാവിലിരുന്ന് പാലും വെണ്ണയും കഴിക്കണ. എൻ്റെ വയറ്റിൽ തന്നെ വന്നു പിഴച്ചല്ലോ. എനിക്ക് കാണണ്ട നിന്നെ. സങ്കടവും ദേഷ്യവും കലശലായിട്ട് എമിലി പുറംതിരിഞ്ഞു നിന്നു. അമ്മ പിണങ്ങിയെന്ന് ശൗരിക്കുട്ടിക്ക് മനസ്സിലായി. അമ്മ തിരിഞ്ഞു നോക്കുമെന്ന് കരുതി അവൻ അല്പം കാത്തു. ഇല്ല, തിരിഞ്ഞു നോക്കുന്നേയില്ല. അമ്മ, അവൻ വിളിച്ചു. അപൂർവമായേ അവൻ അങ്ങനെ വിളിക്കാറുള്ളൂ. നാവിൽ അക്ഷരം തിരിഞ്ഞു വരുന്നതേയുള്ളൂ. എമിലി പറയും, അമ്മ എന്ന് വിളിക്കുമോനെ, വിളിക്ക് അമ്മ. അവൻ വായി തുറന്ന് അമ്മ എന്ന് വിളിക്കുന്ന പോലെ ഭാവിക്കും. വിളിക്ക് അമ്മ. അടുത്ത നിമിഷം അവൻ ചിരിച്ചു കളയും. ഇത്തവണ ആരും പറയാതെ വിളിച്ചിരിക്കുന്നു. എമിലി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവൻ തലയൽപ്പം ചെരിച്ചു നോക്കിയിരിക്കുകയാണ്. അമ്മയുടെ പിണക്കം മാറിയോ എന്നറിയണം. എൻ്റെ മോനെ, നിന്നെക്കൊണ്ട് തോറ്റു. അവൾ ചെന്ന് അവനെ വാരിയെടുത്തു. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മണ്ണുവാരി തിന്നരുതെന്ന്. എങ്ങനെ അടിക്കാതിരിക്കും? അവൾ അവൻ്റെ വായിൽ വിരലിട്ട് നാവിലും വായിലും ഉണ്ടായിരുന്ന മണ്ണ് തോണ്ടിക്കളഞ്ഞു. ദേ, ശൗരി തിണ്ണയ്ക്ക് താഴെ മുറ്റത്തേക്ക് വിരൽ ചൂണ്ടി. അമ്മ, ദേ. അതിൻ്റെ അർത്ഥം എമിലിക്ക് മനസ്സിലായി. അവനൊരു കുറ്റവും ചെയ്തിട്ടില്ല. തിണ്ണയ്ക്ക് താഴെ മണ്ണ് കിടന്നതാണ് കുറ്റം. അമ്മ, ദേ. അവൻ ചൂണ്ടുവിരലും കാണിച്ചു. അതും ഒരു കുറ്റവും ചെയ്തിട്ടില്ല. താഴെ മണ്ണ് കിടന്നതുകൊണ്ട് മാത്രമാണ് ചൂണ്ടുവിരൽ നീണ്ടു ചെന്ന് അത് കുത്തിയിളക്കിയത്. അവനോ അവൻ്റെ കൈവിരലോ അല്ല. ആ മണ്ണവിടെ കൊണ്ടിട്ടവരാണ് കുറ്റക്കാർ. എന്നിട്ടവൻ തുടയിൽ തൊട്ട് കാണിച്ചു. ദേ, അമ്മ അവനെ വെറുതെ അടിച്ചു, ഒരു കുറ്റവും ചെയ്യാതെ. എൻ്റെ മോനെ, നിന്നെക്കൊണ്ട് ഞാൻ തോറ്റ്. എമിലി അവനെ വാരിയെടുത്ത് ഉമ്മ വെച്ചു. മുറ്റത്ത് ബക്കറ്റിൽ പിടിച്ചു വച്ചിരുന്ന വെള്ളമെടുത്ത് അവൻ്റെ വായ കഴുകിച്ചു. വീടിനുള്ളിൽ വിൻസി റെജീനയോട് സങ്കടം പറയുകയായിരുന്നു. എൻ്റെ ചേച്ചി, എൻ്റെ നേഴ്സിംഗ് പഠിത്തം നടക്കുമെന്ന് തോന്നുന്നില്ല. കടപ്പുറത്ത് ചായക്കട ഉണ്ടായിരുന്നപ്പോൾ പൈസ കിട്ടിക്കൊണ്ടിരുന്നതാ. എമിലി ചേച്ചി പ്രാഗി കടപ്പുറമില്ലാണ്ടാക്കി. ഇപ്പോൾ തൊണ്ടുതല്ലിയും കയറ് പിരിച്ചുമാ അരി മേടിക്കുന്നേ. ചെലവിന് തികയത്തില്ല ചേച്ചി. അമ്മ ചോദിക്കുക എങ്ങനെ പഠിപ്പിക്കാനാണെന്ന്. കടലിൽ ചാടി ചാവാനാ തോന്നുന്നേ. നീ ധൃതി പിടിക്കാതെ വെയിറ്റ് ചെയ്യ. ഇക്കൊല്ലം അങ്ങനങ്ങ് പോട്ടെ. അടുത്ത കൊല്ലം പോകാം നേഴ്സിങ്ങിന്. അപ്പോഴത്തേക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാകും. റെജീനെ ആശ്വസിപ്പിച്ചു. തെങ്ങിൻ പറമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന ജാനറ്റും ഡെന്നിച്ചനും വെള്ളം കുടിക്കാൻ പാഞ്ഞു വന്നു. അപ്പോഴാണ് അവർ റെജീനയെ കണ്ടത്. ആയ് കുഞ്ഞമ്മ. ജാനറ്റ് ഓടിവന്ന് കെട്ടിപ്പിടിച്ചു. മാറി നിൽക്കു കൊച്ചേ. മണ്ണി കളിച്ചിട്ട് വന്ന് ആ അഴുക്കെല്ലാം ചേച്ചിയുടെ ദേഹത്തോട്ട്. വിൻസി ജാനറ്റിനെ തള്ളിമാറ്റി. അതൊന്നും സാരമില്ലടി, എൻ്റെ മോളിങ് വാടാ. റെജീന ജാനറ്റിനെ കെട്ടിപ്പിടിച്ചു. ഡെന്നിച്ചൻ റെജീനയുടെ ഹാൻഡ് ബാഗിന് മീതെ ഞെക്കിയും തടവിയും നിന്നു. അതിനകത്ത് മുട്ടായി ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഡാ കുട്ടാ, കുഞ്ഞമ്മ പോകാൻ നേരം തരാമേ. ഇപ്പം തന്ന ശൗരിക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ചേച്ചി വഴക്കിന് വരും. ബാഗിൽ മുട്ടായി ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഡെന്നിച്ചനും ജാനറ്റിനും സന്തോഷമായി. അല്പം കഴിഞ്ഞപ്പോൾ കുഞ്ഞന്ന കയറ് പിരിക്കൽ മതിയാക്കി മുറിയിലേക്ക് വന്നു. അതോടെ സംഭാഷണം വീട്ടിലെ കഷ്ടപ്പാടുകളെക്കുറിച്ചായി. ഇവളെ നേഴ്സിങ്ങിന് വിടാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. 2-3 കുഞ്ഞുങ്ങൾക്ക് ഒരു നേരം ചോറ് കൊടുക്കാൻ വേണ്ടി പറ്റണില്ല. ചുമ്മാ ഇരുന്നുകൊണ്ട് ആശിക്കാൻ എളുപ്പമാ. എവിടെ നിന്നുണ്ടാകും കാശ്? അതൊക്കെ മാതാവ് കൊണ്ടുതരും. മാതാവ് തരും. മാതാവ് അറിയണ്ട ഇതൊക്കെ നടക്കണ. കുറേ പേര് മണിമാളികയിലിരുന്ന് സൂഹിക്കണ. ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ കടപ്പുറത്ത് കിടന്ന് നരയിക്കണ. മാതാവ് അറിയണ്ട. ഈ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പം നല്ല സുഖമല്ലേ കുഞ്ഞന്നമ്മച്ചി?
ഭൂമിയിൽ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചു ചെന്നതുകൊണ്ട് കർത്താവ് കുഞ്ഞന്നമ്മച്ചിയെ ചേർത്ത് പിടിച്ച് തലോടും. സ്വർഗത്തിലുമുണ്ടോ തിരിച്ചു വ്യത്യാസം? അവിടെ എല്ലാവരും ഒരുപോലാന്നല്ലേ? കുറേ പേരെ ചേർത്ത് പിടിക്കുകയും കുറേ പേരെ മാറ്റി നിർത്തുകയും ചെയ്യോ? കുഞ്ഞന്ന കടുത്ത മതവിശ്വാസിയും ദൈവവിശ്വാസിയുമാണ്. എന്നാലും ദുരിതക്കടലിൽ കിടന്ന് കൈകാലിട്ടടിക്കുമ്പോൾ അറിയാതെ ചോദിച്ചു പോവുകയാണ്, സ്വർഗത്തിലെല്ലാവരും സമന്മാരാണെങ്കിൽ ഭൂമിയിൽ എന്തിനു കുറേ പേരെ കണ്ണീര് കുടിക്കാനും വേറെ കുറേ പേരെ വീഞ്ഞു കുടിക്കാനും വിട്ടിരിക്കുന്നു? കുഞ്ഞന്നമ്മച്ചി, സൈമൺ തരകനൊന്നും ഒരിക്കലും സ്വർഗത്തിൽ പോവില്ല. അന്ത്യവിധിനാളിൽ അവർക്ക് നരകമാ വിധിച്ചിരിക്കുന്നത്. അവിടുത്തെ തീയിൽ കിടന്നു പൊരിയും. അയാൾ മരിക്കണേന് മുൻപേ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസരിച്ച് കുർബാനയും കൈക്കൊണ്ട് അന്ത്യകൂദാശയം സ്വീകരിച്ച അയാൾക്കുടെ പാപങ്ങൾ തീർന്നു. പിന്നെന്തിനാ നരകത്തിൽ പോണ്? ഒട്ടകം സൂചിക്കുഴയിൽ കൂടി കിടക്കുന്നതിനേക്കാൾ പ്രയാസമാ ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ. ആ വിവരം കുഞ്ഞന്നമ്മച്ചിക്കറിയോ? എനിക്ക് ഈ ഭൂമിയിൽ കുറച്ചു നാളെങ്കിലും സമാധാനത്തിലും സന്തോഷത്തിലും കഴിഞ്ഞാൽ മതിയായിരുന്നു. സ്വർഗമൊക്കെ ഇനി എന്നാ? എവിടെയാ? ആർക്കറിയാം? റജീന വിസ്മയം പൂണ്ട് കുഞ്ഞന്നയെ നോക്കി. കുഞ്ഞന്നമ്മച്ചിയുടെ ദൈവവിശ്വാസമെല്ലാം തകർന്നു പോയോ? എൻ്റെ തമ്പുരാൻ കർത്താവേ, പറഞ്ഞത് തെറ്റായിപ്പോയെങ്കിൽ പുറത്തേക്കണേ. കുഞ്ഞന്ന പിറുപിറുത്തുകൊണ്ട് റാട്ടിനടുത്തേക്ക് മടങ്ങി. അതോടെ റജീനയ്ക്ക് സമാധാനമായി. റജീന തിരികെ പോകുന്നതിന് മുൻപ് എമിലിയുടെ കൈവെള്ളയിലേക്ക് ഏതാനും നോട്ടുകൾ തിരികെ വെച്ചു കൊടുത്തു. എനിക്ക് വേണ്ടടി, നീ കഷ്ടപ്പെട്ടുണ്ടാക്കണ പൈസയല്ലേ, നിനക്കും ജീവിക്കണ്ടേ? എമിലി പതിവ് പോലെ അത് നിരസിക്കാൻ ശ്രമിച്ചു. ചേച്ചി, വലിയ ഗമയെടുക്കല്ല് കേട്ടോ. ചേച്ചിയെപ്പോലാണോ ഞാൻ? എനിക്ക് ജോലിയുണ്ട്. എന്നെ നോക്കാൻ എൻ്റെ അപ്പനും അമ്മയുണ്ട്. ചേച്ചിക്ക് ആരാ ഉള്ളത്? 2-3 കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരണ്ടേ? ഇതങ്ങോട്ട് മുറുകെ പിടിച്ചേ. എമിലിക്ക് അന്നേരം അനുജത്തിയുടെ തോളത്തോട്ട് വീണ് പൊട്ടിക്കരയാൻ തോന്നി. ഒരു കടലുള്ള സങ്കടങ്ങൾ നെഞ്ചിൽ കെട്ടിക്കിടപ്പുണ്ട്. അതിലാരെങ്കിലും ഒന്ന് തൊട്ടുപോയാൽ എല്ലാം കൂടി ഇളകിമറിയും. ഞാൻ പോയിട്ട് പിന്നെ വരാമേ. റജീന കിഴക്കോട്ട് നടന്നു. അവളുടെ കൂടെ റോഡ് വരെ ജാനറ്റും ഡെന്നിച്ചനും പോയി. അങ്ങനെ ചെല്ലണമെന്ന് റജീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ ഹാൻഡ് ബാഗിൽ നിന്ന് മിഠായിപ്പൊതി എടുത്തു കൊടുത്തു. ശൗരിക്കുട്ടിക്ക് ഒരെണ്ണം പോലും കൊടുക്കല്ല് കേട്ടാ. അവൻ്റെ മുന്നിൽ ചെന്ന് നിന്നോണ്ട് മുട്ടായി തിന്നണം, കൊതിപ്പിക്കണം. റജീനയ്ക്ക് അത് നേരിൽ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. അത്രയ്ക്ക് പകയുണ്ട് സൈമൺ തരകൻ്റെയും എൽസമ്മയുടെയും മകനോട്. അവൻ കൊതിക്കണം, അവൻ കരയണം. ജീവിതത്തിലെ ഒരു സന്തോഷവും സൗഭാഗ്യവും അവൻ ഒരിക്കലും അനുഭവിക്കാൻ പാടില്ല. പേപ്പട്ടിയെപ്പോലെ ആളുകൾ അവനെ വെറുക്കുകയും കല്ലെറിയുകയും ചെയ്യണം. എന്നിട്ടോ? റജീന സ്വയം ചോദിച്ചിട്ടുണ്ട്. എന്നെങ്കിലും ഈ രഹസ്യം പൊട്ടിക്കണ്ടേ? വേണം, തീർച്ചയായും വേണം. തൻ്റെ എമിലി ചേച്ചി പ്രസവിച്ച മകൻ കാരക്കാട്ട് ബംഗ്ലാവിൽ വളർന്നു വലുതാകട്ടെ. അവൻ വിദ്യകൾ അഭ്യസിച്ച് മുടിച്ചൂടാൻ മന്നനാകട്ടെ. അവൻ ലോകൈക സുന്ദരിയെ കല്യാണം കഴിക്കട്ടെ. കാരക്കാട്ട് തറവാടും മറ്റു വസ്തുവകകളും അവൻ്റെ പേരിലേക്ക് തീരെഴുതി ഇടട്ടെ. അപ്പോൾ റജീന ലോകത്തോട് പറയും, എനിക്കൊരു സംശയമുണ്ട്. പണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് എമിലി ചേച്ചിയുടെയും എൽസമ്മ ചേച്ചിയുടെയും കുഞ്ഞുങ്ങൾ തമ്മിൽ മാറിപ്പോയോ എന്ന്. അന്നേ സംശയമുണ്ടായിരുന്നു. പേടിച്ചിട്ട് പറയാത്തതാ. ഇപ്പം ഒരു DNA ടെസ്റ്റ് നടത്തി നോക്കിയ സത്യം അറിയാമായിരുന്നു. കാരക്കാട്ട് സൈമൺ തരകൻ്റെ അടിത്തറ കുലുങ്ങും. നാട്ടുകാർ തൻ്റെ വാക്കുകൾ കാതിന് കാത് കൈമാറുമ്പോൾ, കടൽക്കാറ്റും കാക്കകളും കൊക്കുകളും അത് പാടി നടക്കുമ്പോൾ സൈമൺ തരകന് ഇരിപ്പുറയ്ക്കുമോ? താൻ ഇത്രകാലം തൻ്റെ മകനായി വളർത്തിക്കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ച് തറവാടും വസ്തുവകകളും പേരിലേക്ക് ചാർത്തിക്കൊടുത്ത ഡാൻഡസ് തൻ്റെ ഭാര്യ പ്രസവിച്ച മകനല്ല തന്നെ. തൈമാപ്പറമ്പിൽ ആഞ്ചലോസിൻ്റെ ഭാര്യ എമിലി പിഴച്ചു പ്രസവിച്ച സന്തതിക്കാണ് താൻ എല്ലാം നൽകിയത്. അവൻ്റെ ജന്മദിനമാണ് എല്ലാ വർഷവും താൻ കെട്ടിഘോഷിച്ചത്. അവൻ്റെ കല്യാണമാണ് ആലപ്പുഴയിലെ സകലമാന തീരദേശവാസികളെയും ക്ഷണിച്ചു വരുത്തി താൻ വിരുന്നൂട്ടിയത്. അവൻ്റെ ആദിജാതിനെയാണ് താൻ മടിയിലെടുത്തു വെച്ച് ലാളിച്ചത്. റജീന ആ രംഗം ഒന്ന് സങ്കല്പിച്ചു നോക്കി. എന്താ അതിശയം, എത്ര മനോഹരം! കാരക്കാട്ട് സൈമൺ തരകന് ഇരിപ്പുറയ്ക്കുമോ? ഇല്ല, DNA ടെസ്റ്റ് നടത്തുക തന്നെ ചെയ്യും. അന്തേരി കടപ്പുറത്തെ കുരിശങ്കൽ വീട്ടിലെ റജീന എന്ന നേഴ്സ് പറഞ്ഞു പരത്തിയത് പച്ചക്കള്ളമാണെന്ന് തെളിയിക്കണ്ടേ? DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുമ്പോഴോ? തൻ്റെ പ്രിയപ്പെട്ട മകൻ, തൻ്റെ വീട്ടിൽ വളരേണ്ടവൻ, തൻ്റെയും ബന്ധുജനങ്ങളുടെയും സ്നേഹവാത്സല്യങ്ങളേറ്റു വളരേണ്ടവൻ, തൻ്റെ കീർത്തിയും സമ്പത്തും നിലനിർത്തേണ്ടവൻ, ജന്മാവകാശമായി തറവാടും ആസ്തികകളും താൻ തീരെഴുതി കൊടുത്തവൻ, വാർദ്ധക്യത്തിൽ തന്നെ ശുശ്രൂഷിക്കേണ്ടവൻ, കാരക്കാട്ട് തറവാടിൻ്റെ പാരമ്പര്യം
അനന്തര തലമുറകളിലേക്ക് പകർന്നു കൊടുക്കേണ്ടവൻ ചെല്ലിക്കടപ്പുറത്തെ ഒരു ചെറ്റക്കുടലിൽ പട്ടിയെപ്പോലെ നനഞ്ഞും വിറച്ചും ചുരുണ്ടുകിടക്കുന്നു. കാരക്കാട്ട് സൈമൺ തരകൻ തകർന്ന തരിപ്പണമായി നിലംപൊത്തി കിടക്കുന്നു. അയാളിനി ജീവിതത്തിലൊരിക്കലും എണീക്കില്ല. ഒരാളിൻ്റെയും മുഖത്തു നോക്കാൻ അയാൾക്കിനി ധൈര്യം വരില്ല. റെജീനയ്ക്ക് ആ കാഴ്ച എത്ര കണ്ടിട്ടും മതി വരുന്നില്ല. അവൾ ആ പരിസരത്തുകൂടി ചുറ്റിക്കറങ്ങി. വീണ്ടും വീണ്ടും അതുതന്നെ കണ്ടു. കാതടുപ്പിക്കുന്ന ഹോണടിയും ബ്രേക്കുകളുടെ അലർച്ചയും കേട്ട് അവൾ നടുങ്ങി. തൊട്ടുമുന്നിൽ ഇടിച്ചില്ല എന്ന മട്ടിൽ മൂക്ക് വിറപ്പിച്ചു നിൽക്കുന്ന മിനി ലോറി. അതിൻ്റെ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് തെറിവിളികൾ ഇടതടവില്ലാതെ പാഞ്ഞു വരുന്നു. റെജീന ഒരു വശത്തേക്ക് ഓടിമാറി. താൻ ഏത് ലോകത്തായിരുന്നു? 10-25 വർഷം അപ്പുറത്ത്. അതെല്ലാം സങ്കല്പമായിരുന്നോ? താനതെല്ലാം നല്ല പകൽ വെട്ടത്തിൽ വളരെ വ്യക്തമായി കണ്ടതാണല്ലോ. സ്വപ്നമായിരുന്നോ? നടക്കുമ്പോൾ താൻ ഉറങ്ങിപ്പോയോ? റെജീന സ്വന്തം കൈത്തണ്ടയിൽ നുള്ളി നോക്കി. ഉവ്, വേദനയുണ്ട്. മിനി ലോറിയുടെ ഡ്രൈവർ അവസാനത്തെ തെറിയും വിളിച്ചിട്ട് വണ്ടിയെടുത്തു പോകുന്നത് അവൾ ഓട്ടക്കണ്ണിലൂടെ കണ്ടു. അവൾക്ക് ചിരി വന്നു. പാവം, ചങ്ക് കത്തിപ്പോയി കാണും. അയാൾ ആ ബ്രേക്ക് ആഞ്ഞു ചവിട്ടിയില്ലായിരുന്നെങ്കിൽ തൻ്റെ സകല സ്വപ്നവും ചോരക്കളത്തിൽ കിടന്ന് പൊലിഞ്ഞേനെ. ജാനറ്റും ഡെന്നിച്ചനും റെജീന പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു. ശൗരിക്കുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെ മിഠായിയുടെ വർണ്ണക്കടലാസുകൾ അഴിച്ചു. അവനെ മിഠായി കാണിച്ച് കൊതിപ്പിച്ച ശേഷം അത് വായിലിട്ടു. ശൗരിക്കുട്ടി തൻ്റെ വായിലേക്ക് ചൂണ്ടുവിരൽ തിരുകി കുതികൊണ്ടു. അവൻ്റെ വിരലിലൂടെ തേൻ തുള്ളികൾ ഒലിച്ചിറങ്ങി. ഡെന്നിച്ചൻ വായിലിട്ട് കുറച്ച് അലിപ്പിച്ച ശേഷം മിഠായി കയ്യിലെടുത്ത് ശൗരിക്കുട്ടിയെ കാണിച്ചു. എന്നിട്ട് വീണ്ടും വായിലിട്ടു. ജാനറ്റ് മിഠായിയുടെ വർണ്ണക്കടലാസ് നീക്കുമ്പോഴെല്ലാം ശൗരിക്കുട്ടി അവളുടെ നേർക്ക് കൈ നീട്ടി. പോടാ, അവൾ ശൗരിയോട് പറഞ്ഞു. നിനക്ക് തരത്തില്ല മുട്ടായി. അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ 2 പേരും കൂടി മുട്ടായികൾ തിന്നു തീർത്തു. ജാനറ്റ് 2 വർണ്ണക്കടലാസ് എടുത്ത് അതിൽ ചെറിയ കല്ല് വെച്ച് പൊതിഞ്ഞ് ശൗരിക്കുട്ടിയുടെ നേർക്ക് നീട്ടി. അവൻ സന്തോഷത്തോടെ അത് വാങ്ങി. അതിലൊരെണ്ണം പൊതിയഴിച്ച് എടുത്ത് വായിൽ വെച്ച് ഒരൊറ്റ കടി വെച്ചു കൊടുത്തു. പിന്നെ അവൻ്റെ വായിൽ നിന്ന് വന്നത് ഒരു വലിയ കരച്ചിലായിരുന്നു. റാട്ടിനരികിൽ നിന്ന് എമിലി ഓടി വന്നു. എന്തിനാടി കൊച്ചു കരയണേ? എമിലി ജാനറ്റിനോട് ചോദിച്ചു. എനിക്കറിയാൻ മേല. അവൾ കൈമലർത്തി. എന്തു പറ്റിയട മോനു? എമിലി ശൗരിക്കുട്ടിയോട് ചോദിച്ചു. ശൗരിക്കുട്ടി വായിൽ നിന്ന് കല്ലെടുത്ത് കാണിച്ചു. കയ്യിലിരുന്ന മിഠായി കടലാസ് കാണിച്ചു. ആ കല്ലിലും അവൻ്റെ ചുണ്ടിലും ചോര പുരണ്ടിരുന്നു. എമിലിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. ആരാടി ഇത് ചെയ്തേ? എമിലി ജാനറ്റിനോട് ചോദിച്ചു. ജാനറ്റ് തല താഴ്ത്തി. എടി, നിന്നോടാ ചോദിച്ചേ. എമിലി അവളുടെ താടിക്ക് കുത്തിപ്പിടിച്ചു പൊക്കി. എന്നതാ എമിലിയെ? കുഞ്ഞിനെ അങ്ങോട്ട് വന്നു. അമ്മ ഇത് കണ്ടോ? കൊച്ചിന് മുട്ടായി കൊടുത്തില്ല. അത് മുഴുക്കെ തിന്നിട്ട് മുട്ടായി കടലാസിൽ കല്ല് പൊതിഞ്ഞു വെച്ച് കൊടുത്തേക്കണ്. അവനത് കടിച്ചിട്ട് മോണ പൊട്ടി ചോര വന്ന്. പിള്ളേരല്ലേ, അങ്ങനത്തെ കുസൃതിയൊക്കെ ചിലപ്പോൾ കാണിക്കും. നിന്റെ വായി നാക്കില്ലേടി? എമിലി ജാനറ്റിൻ്റെ കവിളത്ത് കുത്തി. ആരാ കല്ല് വെച്ച് കൊടുത്തേന്ന്? ഞാനാ. ജാനറ്റ് കുറ്റം സമ്മതിച്ചു. എമിലി കൈ വലിച്ച് അവളുടെ ചെകിട്ടത്തൊന്നു കൊടുത്തു. ജാനറ്റ് മാത്രമല്ല, ഡെന്നിച്ചനും ശൗരിക്കുട്ടിയും കൂടി നടുങ്ങിപ്പോയി. നിന്നെ ആര് പഠിപ്പിച്ചടി ഇത്രയും കുശുമ്പ്? കുഞ്ഞുങ്ങളുടെ ചെകിട്ടത്താണോട് എമിലി അടിക്കുന്നേ? നീ അവളെ കയ്യിലും വലിയ കേമി. കുഞ്ഞെണ്ണ എമിലിയെ ശാസിച്ചു. കുഞ്ഞെണ്ണയുടെ പിന്തുണ തനിക്കുണ്ടെന്ന് മനസ്സിലായതും ജാനറ്റ് വാ തുറന്നു വെച്ച് കരഞ്ഞു. മോങ്ങാതെ എണീറ്റ് പോണണ്ടോ ഇവിടുന്ന്? എമിലി ജാനറ്റിൻ്റെ നേർക്ക് ശകാരം ചൊരിഞ്ഞു. ജാനറ്റ് കരഞ്ഞുകൊണ്ട് തന്നെ എഴുന്നേറ്റ് പോയി. ശൗരിക്കുട്ടിയുടെ കരച്ചിൽ എവിടെ പോയെന്ന് അവന് തന്നെ അറിയില്ല. അവൻ വിചാരിച്ച മട്ടിലല്ല കൺമുന്നിൽ നടന്ന സംഭവങ്ങൾ. തനിക്കും അടി കിട്ടുമോ എന്ന് പേടിച്ച് അവൻ അമ്മയെ നോക്കി. ഇങ്ങുവാ. എമിലി 2 കൈയും നീട്ടി അവനെ എടുത്തു. അവന് സമാധാനമായി. എമിലി അവൻ്റെ വായ് കഴുകിച്ചു. വായ് പൊളിപ്പിച്ച് വെച്ച് മോണ എത്ര മുറിഞ്ഞിട്ടുണ്ടെന്ന് നോക്കി. എന്ത് കിട്ടിയാലും എടുത്ത് വായിലോട്ട് വയ്ക്കാൻ ഇങ്ങനൊരു പൊട്ടൻ. എമിലി അവനെ ശാസിച്ചു. നിനക്ക് ഇങ്ങനെ തന്നെ വരണം. ജാനറ്റ് പിന്നാമ്പുറത്തെ തെങ്ങിൻ ചോട്ടിൽ ചെന്നിരുന്ന് ഏങ്ങലടിക്കുന്നുണ്ടായിരുന്നു. ശൗരിക്കുട്ടിയെ തിണ്ണയിൽ വെച്ചിട്ട് എമിലി അവളുടെ അടുത്തേക്ക് ചെന്നു. നീ എന്തിനാടി ഇവിടെ വന്നിരുന്ന് കരയണേ? ജാനറ്റ് തലതിരിച്ച് അമ്മയെ ഒന്ന് നോക്കി. പിന്നെയും പഴയ പോലിരുന്ന് ഏങ്ങലടിച്ചു. ബാ, എണീറ്റ് വാ. ജാനറ്റ് വിതുമ്പിക്കൊണ്ട് തല ചിരിച്ച് വരില്ലെന്ന് മുഖാംഗ്യം കാട്ടി. എമിലി അവളുടെ കൊച്ചു കൈത്തണ്ടയിൽ പിടിച്ചു. വേണ്ടല്ലോ. ജാനറ്റിന് സങ്കടം കൂടി. കണ്ണുനീർ വീണ്ടും വീണ്ടും തുളുമ്പി. കൈ വിടുവിക്കാനും ശ്രമിച്ചു. പക്ഷേ എമിലി കുനിഞ്ഞ് അവളെ കോരിയെടുത്തു കളഞ്ഞു. അതോടെ പ്രതിഷേധമടങ്ങി. എമിലി പ്ലാസ്റ്റിക് മഗിലെ വെള്ളത്തിൽ കൈമുക്കി ജാനറ്റിൻ്റെ മുഖം തുടച്ചു.
അവളെ മടിയിൽ വെച്ചുകൊണ്ട് പിന്നാമ്പുറത്തെ കൊച്ചു തിണ്ണയിലിരുന്നു. അവൾ ജാനറ്റിൻ്റെ കവിൾത്തടം നോക്കി. 2 വിരലിൻ്റെ പാട് ചുവന്നു കിടപ്പുണ്ട്. എമിലി അതിനു മീതെ തലോടി. പോട്ട്, സാരമില്ലാട്ടോ. അവൾ ജാനറ്റിൻ്റെ മുഖം നെഞ്ചോട് ചേർത്തു. അവളുടെ നെറ്റിയിലും മുടിയിലും തലോടി. നെറുകയിൽ ഉമ്മ കൊടുത്തു. അമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നിട്ടല്ലേ അടിച്ചേ? ഇനി അങ്ങനെ അടിക്കത്തില്ല കേട്ടാ. അവൾ ജാനറ്റിൻ്റെ നെറ്റിയിലും ഉമ്മ കൊടുത്തു. ജാനറ്റിന് ഇതിൽ പരം വേറൊന്നും വേണ്ട. വല്ലപ്പോഴുമാണ് അമ്മ അവളെ എങ്ങനെ മടിയിൽ വയ്ക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും. ആദ്യകാലങ്ങളിൽ തുടരെ തുടരെ കിട്ടിയിരുന്നു. പിന്നീട് ഡെന്നിച്ചൻ അവളുടെ സ്ഥാനം കൈയടക്കി. ഇപ്പോൾ ശൗരിക്കുട്ടിയാണ് അമ്മയുടെ ലാളനകളും ഉമ്മകളും ആലിംഗനങ്ങളും അടിച്ചു മാറ്റുന്നത്. ഇനി മുട്ടായി കിട്ടുമ്പം ശൗരിക്കും കൂടി കൊടുത്തേക്കണം കേട്ടോ, എമിലി പറഞ്ഞു. ശൗരിക്കുട്ടി പാവല്ലേ, എൻ്റെ മോളുടെ കുഞ്ഞാങ്ങളിയല്ലേ. എൻ്റെ മോളല്ലാണ്ട് ആരാ അവന് കൊടുക്കാനുള്ളത്? അവൻ്റെ ചേച്ചിയല്ലേ മോള്. ജാനറ്റ് മൂളി. നിങ്ങൾ മുട്ടായി തിന്നുന്ന കാണുമ്പം അവനും എന്തുമാത്രം കൊതിയുണ്ട് മുട്ടായി തിന്നാൻ. അവൻ കുഞ്ഞല്ലേടി. ജാനറ്റ് പിന്നെയും മൂളി. എൻ്റെ മോള് നല്ല കുട്ടിയല്ലേ. പിന്നെയും അവൾ മൂളി. പിന്നെയും എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു എമിലിക്ക് അവളോട്. പക്ഷേ അവൾക്ക് മനസ്സിലാവുമോ? കുഞ്ഞു മനസ്സല്ലേ. മനുഷ്യബന്ധങ്ങളുടെ അർത്ഥവും ആഴവും മനസ്സിലാക്കാനുള്ള ത്രാണിയായിട്ടില്ലല്ലോ. ഒടുവിൽ പറയാനുള്ളതെല്ലാം എമിലി ഒരു ഉമ്മയിൽ ഒതുക്കി. അവളുടെ കണ്ണിന് മീതെ മൃദുവായി ചാർത്തി. എന്നിട്ട് എമിലി കടലിൻ്റെ ദിക്കിലേക്ക് നോക്കിയിരുന്നു. തീരത്ത് തിരകളൊടിയുന്ന ഒച്ച കേൾക്കാം. കാറ്റത്ത് തെങ്ങോലകൾ ഇളകി മറിയുന്നുണ്ട്. ആഞ്ചലോസ് ഉണ്ടായിരുന്നെങ്കിൽ എന്നോർത്ത് എമിലി നെടുവീർപ്പെട്ടു. ഇല്ലായ്മകളിലും വല്ലായ്മകളിൽ പോലും എന്തൊരു സന്തോഷവും ഐക്യവുമായിരുന്നു. ആഞ്ചലോസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ദുരിതങ്ങൾ താൻ അനുഭവിക്കേണ്ടി വരുമായിരുന്നോ? ശൗരിക്കുട്ടി ആഞ്ചലോസിൻ്റെ മകനായിട്ടല്ലേ ജനിക്കുമായിരുന്നുള്ളൂ. ഓർത്തോർത്തിരിക്കുമ്പോൾ എമിലിക്ക് എന്തെന്നില്ലാത്ത സങ്കടം വന്നു. കൺപീലികളെ നനയിച്ചു. കടലിൽ നിന്ന് വന്നൊരു കാറ്റ് അവളുടെ നെറുകയിൽ തലോടുകയും അവളുടെ കണ്ണിലെ നനവിനെ ഒപ്പിയെടുക്കുകയും ചെയ്തു. ആ കാറ്റിന് ആഞ്ചലോസിൻ്റെ മണമുണ്ടെന്ന് എമിലിക്ക് തോന്നി. അടുത്ത തവണ മിഠായി കിട്ടിയപ്പോൾ ജാനറ്റ് അമ്മ പറഞ്ഞതെല്ലാം ഓർത്തു. അമ്മയിൽ നിന്ന് കിട്ടിയ അടിയുടെ വേദനയും മനസ്സിൽ വന്നു. എമിലിയുടെ അമ്മ റോസ്ലിൻ വന്നപ്പോൾ കൊണ്ടുവന്നു കൊടുത്തതാണ് മിഠായി. ജാനറ്റ് തിണ്ണയിലേക്ക് ചെന്നു. ശൗരി അപ്പോൾ ഭിത്തിയിലൂടെ അരിച്ചു നീങ്ങുന്ന ഒരു ഉറുമ്പിനെ പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ശൗരിക്കുട്ട, ജാനറ്റ് വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. ജാനറ്റ് ചുരുട്ടിപ്പിടിച്ച വിരലുകൾ നിവർത്തി മിഠായി കാണിച്ചു. അവൻ അവളുടെ മുഖത്തേക്കും മിഠായിയിലേക്കും മാറി മാറി നോക്കി. ഇങ്ങുവാ, അവൾ വിളിച്ചു. അവൻ നിഷാദാർത്ഥത്തിൽ തലയാട്ടി. അവനിതെത്ര കണ്ടിരിക്കുന്നു ഈ കൊതിപ്പിക്കൽ. മുട്ടായി തരാം, ഇങ്ങുവാ. അവൻ ഭിത്തിയുടെ നേർക്ക് മുഖം തിരിച്ചു. ഉറുമ്പ് ഇതിനകം രക്ഷപ്പെട്ടിരിക്കുന്നു. ജാനറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. അരികെ ഇരുന്നു. കൈവെള്ളയിലെ മിഠായി അവൻ്റെ നേർക്ക് നീട്ടി. അവൾ കൈ വലിക്കുമോ എന്നറിയാൻ അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി. എടുത്തോടാ. അവൻ പതിയെ പതിയെ കൈ കൊണ്ടുവന്ന് മിഠായിമേൽ തൊട്ടു. അത് കയ്യിലെടുത്തു. എന്നിട്ട് അവിശ്വാസത്തോടെ അവളെ നോക്കി. ഇതെനിക്ക് തന്നതാണോ അതോ പിടിച്ചു മേടിക്കോ? ജാനറ്റ് അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൻ അല്പം കൂടി ധൈര്യമായി. മെല്ലെ മിഠായി കടലാസ് നുള്ളിപ്പൊളിക്കാൻ ശ്രമിച്ചു. എത്ര ശ്രമിച്ചിട്ടും അതിന് കഴിയുന്നില്ല. താ, ചേച്ചി പൊളിച്ചു തരാം. അവൾ കൈ നീട്ടി. അവൻ പെട്ടെന്ന് മിഠായി കൈ പിൻവലിച്ചു. വേണ്ട വേണ്ട, സഹായമൊന്നും വേണ്ട. അത്രയ്ക്ക് വിശ്വാസമൊന്നുമില്ല. കുറേ ശ്രമിച്ചിട്ടും അത് പൊളിക്കാൻ പറ്റുന്നില്ല. ഞാൻ തന്നേക്കാം, ഇങ്ങതാ. അവൻ മടിച്ച് അത് തിരിച്ചു കൊടുത്തു. എന്നിട്ട് മിഠായിയോട് മുഖമടുപ്പിച്ച് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ജാനറ്റ് മിഠായി കടലാസ് നീക്കി മിഠായി അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അവനത് തിരിച്ചും മറിച്ചു നോക്കി. എന്നിട്ട് സംശയത്തിൽ ജാനറ്റിനെ നോക്കി. കല്ലാണോ ഇത്? തന്നെ പറ്റിക്കുകയാണോ? തിന്നോടാ, ഒരു കുഴപ്പമില്ല, ജാനറ്റ് പുഞ്ചിരിയോടെ പറഞ്ഞു. ശൗരിക്കുട്ടി മിഠായി വായിലിട്ടു. നാക്കുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഹായ്, മധുരം. അവന് ചിരി വന്നു. ജാനറ്റിനെ നോക്കി അവൻ വീണ്ടും വീണ്ടും ചിരിച്ചു. ഇതുപോലൊരു ആനന്ദം ഇനി ഉണ്ടാകാനില്ല. അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അവനറിയില്ല. അവൻ ജാനറ്റിനെ തോണ്ടി അവളുടെ കവിളത്തും തലമുടിയിലും തൊട്ടു. എന്നിട്ട് പിന്നെയും ചിരിച്ചു. എന്നാടാ ചിരിക്കുന്നേ? അവൾക്കും ചിരി വന്നു. ശൗരിക്കുട്ടി അവളുടെ കൈത്തണ്ട പിടിച്ച് കുനിഞ്ഞ് അതിന്മേൽ ഒരു മുത്തം വെച്ചു കൊടുത്തു. കൊച്ചു ജാനറ്റിനിപ്പോൾ അവനോട് ഇതേവരെ തോന്നിയിട്ടില്ലാത്തൊരു വാത്സല്യമുണ്ടായി. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അധ്യായം 10. 2 പാദങ്ങളും നിലത്തുറപ്പിച്ച് ഭിത്തിയിൽ പിടിച്ച് ശൗരി എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ഒരു ഉന്നത പദവി കരസ്ഥമാക്കിയ പോലെ അവൻ ജാനറ്റിനെയും ഡെന്നിച്ചനെയും നോക്കി. ശരീരം വേണ്ടത്ര ബാലൻസ് ചെയ്യുന്നില്ല. കുഞ്ഞു പാദങ്ങൾക്ക് ശക്തി പോരാ.
ഭിത്തിയിൽ ഒരു കൈ പിടിച്ചിട്ടുള്ളതിനാൽ വീഴാതെ തുള്ളിത്തുളുമ്പി നിൽക്കുകയാണ്. മറ്റുള്ളവർക്ക് അവൻ്റെ ഈ നോട്ടം നിസ്സാരമാണ്. പക്ഷേ ശൗരിക്ക് മാത്രമേ അറിയൂ ഈ നേട്ടം കൈവരിക്കാനുള്ള ശ്രമത്തിനിടയിൽ അവൻ എത്രയോ തവണ വീണു പോയിട്ടുണ്ടെന്ന്. ഭിത്തിയിൽ പിടിച്ച് അവൻ സൂക്ഷ്മതയോടെ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. അതായിരുന്നു അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ധീരമായ കാൽവയ്പ്. ആ ഒരു ചുവട് മുന്നോട്ട് വെച്ച് പാദം ഇടറിപ്പോയെങ്കിലും വീഴാതെ ബാലൻസ് പിടിച്ചു നിന്നിട്ട് അവൻ ശത്രു സംഹാരം നടത്തിയ ടാർസനെ പോലെ അലറി. പള്ളിപ്പെരുന്നാളിന് കിട്ടുന്ന വിസിൽ ശക്തിയായി ഊതിയാലുള്ള ശബ്ദമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അതിന് ചെവിയിലേക്ക് തുളച്ചു കയറുന്ന പോലൊരു മൂർച്ചയുണ്ടായിരുന്നു. മരക്കൊമ്പിലും തെങ്ങോലകളിലും ഇരുന്ന് കാക്കകൾ ശബ്ദം കേട്ട് തലചെരിച്ച് അവനെ നോക്കി. ഉപ്പനും കുരുവിയും അണ്ണാനും കോഴിയും ആട്ടിൻകുട്ടികളും പിന്നെ എണ്ണിയാലൊടുങ്ങാത്ത അനേകായിരം സൂക്ഷ്മജീവികളും അവൻ്റെ ശബ്ദം ഞെട്ടലോടെ കേട്ടു. അവനെന്തിന് ശബ്ദമുണ്ടാക്കിയെന്ന് പോലും അറിയാതെ കൊച്ചു ജാനറ്റ് വിസ്മയത്തോടെ അവനെ നോക്കി നിന്നു. വീട്ടിലും പരിസരത്തെമ്പാടും ഓടുകയും പാടുകയും തലകുത്തി മറിയുകയും ചെയ്യുന്ന ജാനറ്റിന് അവൻ്റെ ആദ്യത്തെ ചുവടുവയ്പ്പിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ല. കയറ് പിരിച്ചുകൊണ്ട് നിന്ന എമിലി ശബ്ദം കേട്ട് തിണ്ണയിലേക്ക് നോക്കി. അവൾക്കും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അമ്മ, ശൗരിക്കുട്ടി ഒച്ചയെടുത്ത് വിളിച്ചു. എമിലി പിന്നെയും നോക്കി. അടുത്തേക്ക് വരാൻ അവൻ കൈകൊണ്ട് ആംഗ്യം കാട്ടി. എന്തിനാ ഇപ്പം? അമ്മ, അവൻ വീണ്ടും വിളിച്ചു. എമിലി കൈ കുടഞ്ഞിട്ട് തിണ്ണയ്ക്ക് സമീപം ചെന്നു. അപ്പോൾ അവൻ മെല്ലെ ഭിത്തിയിൽ നിന്ന് കൈയെടുത്ത് ആരുടെയും സഹായമില്ലാതെ നിവർന്നു നിന്നു. അവൻ്റെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ആടി. പിന്നോട്ട് മറിഞ്ഞു വീണേക്കുമെന്ന് തോന്നി. എങ്കിലും അവൻ സമനില പിടിച്ചു നിന്നു. ഇത് കാണിക്കാനാണോ നീ വിളിച്ചേ? കൊള്ളാം, മിടുക്കനാ കേട്ടോ. എമിലി അവനെ അഭിനന്ദിച്ച് വാരിയണച്ച് ദേഹത്തോട് ചേർത്ത് നിർത്തി. അവൻ്റെ നെറുകയിൽ ഒരു ഉമ്മയും കൊടുത്തു. അന്ന് മുഴുവൻ ജാനറ്റ് അവൻ്റെ കൈ പിടിച്ച് തിണ്ണയിലും മുറ്റത്തും നടത്തി. അവൾ കൈ വിട്ടാലുടൻ അവൻ കൈ നീട്ടും. അവന് നടന്ന് മതിയായില്ല. ഇനിയും നടക്കണം. അവൻ ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. അടുത്ത ദിവസം അവനെ കൈപിടിച്ച് നടത്താൻ ശ്രമിച്ച ജാനറ്റിൻ്റെ വിരൽത്തുമ്പിൽ നിന്ന് ശൗരിക്കുട്ടി പിടിവിട്ടു. എന്നിട്ട് ഇപ്പോൾ വീഴുമെന്ന മട്ടിൽ വേച്ചു നടന്നു. വീഴാൻ ഭാവിച്ചപ്പോഴൊക്കെ ജാനറ്റ് അവൻ്റെ കൈ പിടിക്കാൻ ശ്രമിച്ചു. അവൻ അവളുടെ കൈ തട്ടിമാറ്റി. വീണാലും വേണ്ടില്ല, ഇനി അവന് തനിയെ നടക്കണം. ആരുടെയും സഹായം വേണ്ട. പലപ്പോഴും അവൻ വീണു. വീഴ്ചയിൽ നിന്ന് എണീൽപ്പിക്കാൻ പോലും അവൻ ജാനറ്റിനെ അനുവദിച്ചില്ല. അവൻ തനിയെ എണീറ്റ് നടന്നു. ഇതുവരെ അപ്രാപ്യമായിരുന്ന മുറ്റം അവൻ്റെ കളിക്കളമായി. റോഡിലേക്കും വേലിക്കപ്പുറത്തേക്കും അവൻ നോട്ടമിട്ട് തുടങ്ങി. എമിലിയുടെയോ കുഞ്ഞന്നയുടെ നോട്ടം തെറ്റിയാൽ അവൻ ചരൽ റോഡിലേക്ക് പോയി കളയും. എമിലി ജാനറ്റിനെ നോട്ടം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ചില നേരങ്ങളിൽ ഒടിയൻ്റെ വിദ്യ പോലെ ശൗരിക്കുട്ടി അപ്രത്യക്ഷനാകും. മുറ്റത്ത് ചിരട്ടയിൽ മണ്ണ് വാരി നിറച്ചുകൊണ്ടിരിക്കുന്ന ശൗരി കണ്ണ് ചിമ്മി തുറന്ന നേരം കൊണ്ട് പാഞ്ഞുകളയും. എവിടേക്ക് പോയെന്നോ എവിടെ മറിഞ്ഞുവെന്നോ ഒരെത്തും പിടിയും കിട്ടില്ല. അതിനാൽ എമിലി എപ്പോഴും ജാനറ്റിനെ ഓർമ്മിപ്പിക്കും. മോളെ, കൊച്ചിനെ നോക്കിയേക്കണേ, അവൻ നിന്റെ കണ്ണ് കെട്ടിയിട്ട് ഓടിക്കളയും. ശൗരിക്കുട്ടിക്ക് ഇപ്പോൾ അവനെ ആരും എടുക്കുന്നത് ഇഷ്ടമല്ല. പള്ളിയിൽ പോകുമ്പോൾ എമിലി അവനെ എടുത്ത് ഒക്കത്തുവെച്ച് വേഗം നടക്കാൻ ശ്രമിക്കും. ശൗരി ഉടൻ ഊർന്നിറങ്ങും. അവന് നടക്കാനറിയാം, പിന്നെന്തിനെടുക്കുന്നു? ചിലപ്പോൾ വാത്സല്യം മൂത്ത് ജാനറ്റ് എടുത്ത് ഒക്കത്തു വെച്ചാൽ മാത്രം അവൻ അല്പസമയം അടങ്ങിയിരിക്കും. പക്ഷേ ജാനറ്റ് വില്ലുപോലെ ഒരു വശത്തേക്ക് വളഞ്ഞു പോകും. ഒരു ദിവസം ജാനറ്റ് ശൗരിക്കുട്ടിയെ കടപ്പുറത്ത് കൊണ്ടുപോയി. കടലെടുത്തു പോയ ചെല്ലിക്കടപ്പുറം അല്പാൽപമായി തെളിഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാരക്കാട്ടുകാരുടെ തെങ്ങും പറമ്പിനപ്പുറം കടലാണ്. തെങ്ങും പറമ്പിൻ്റെ കുറേ ഭാഗം കഴിഞ്ഞ കൊല്ലം കടലെടുത്തു പോയിട്ട് പറമ്പിന് പകരം ചെറിയൊരു മൺകര നാട പോലെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. കടലിൻ്റെ നീലപ്പരപ്പ് കണ്ടതും ശൗരിക്കുട്ടി എന്തോ മഹാ അത്ഭുതം കണ്ടതുപോലെ അതിന് നേർക്ക് കൈനീട്ടി ഒരാശ്ചര്യ ശബ്ദം പുറപ്പെടുവിച്ചു. എന്നിട്ട് ജാനറ്റിനെ നോക്കി. അവളിത് കണ്ടില്ലേ, ഈ മഹാത്ഭുതം എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. സൂര്യൻ്റെ പ്രകാശധരണിയിൽ വെട്ടിത്തിളങ്ങുന്ന കടൽപ്പരപ്പ് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മറ്റൊരു സാമ്രാജ്യം കാണുന്നത് പോലെയാണ് ശൗരിക്കുട്ടി കണ്ടത്. അവൻ കടലിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി ഒരത്ഭുത ശബ്ദം കൂടി സൃഷ്ടിച്ചു. അനന്തരം അവളുടെ ഒക്കത്തുനിന്ന് ഊർന്നിറങ്ങി. കടലിളകുന്നത് കണ്ട് അവന് ഹരം കയറി. അവൻ കൈകൊട്ടിച്ചിരിച്ചു. തിരമാലകൾ നീന്തി കരയിലേക്ക് വരുന്നത് കണ്ട് അവൻ ജാനറ്റിനെ തോണ്ടി തിരകളുടെ നേർക്ക് കൈ ചൂണ്ടിക്കാട്ടി. പിന്നെ അവൻ തെന്നിത്തെറിച്ച് കടലിൻ്റെ നേർക്ക് ഓടി. മോനെ, പോവല്ല്, അയ്യോ നിക്ക്, അവിടെ നിക്ക്, ഒച്ചയെടുത്ത് ജാനറ്റ് പിറകെ ഓടി. ശൗരിക്കുട്ടി കരയിലേക്ക് പരന്നൊഴുകി വന്ന തിരമാലയ്ക്കപ്പുറം
നനഞ്ഞ മണലിൽ കുത്തിയിരുന്നു. കൈ രണ്ടും കവിളത്ത് ചേർത്ത് വെച്ചുകൊണ്ട് ഓരോ തിരമാലയെയും അത്ഭുതത്തോടെ നോക്കി. ഒന്നിനു പിറകെ ഒന്നായി വരികയാണ്. വലുതും ചെറുതുമുണ്ട്. അതിനെല്ലാം ജീവനുണ്ടെന്ന് അവന് തോന്നി. ചില തിരകൾ സൂത്രത്തിൽ വന്ന് അവൻ്റെ പാദങ്ങളിൽ പിടികൂടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അവൻ പിടികൊടുക്കാതെ എഴുന്നേറ്റ് പിന്നോട്ട് മാറി. ചില തിരകൾ അവൻ്റെ അടുത്ത് വരാതെ കുറച്ചകലെ വെച്ച് തന്നെ അവനെ നോക്കി സലാം പറഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട്. അവന് വെള്ളത്തിലേക്ക് കാലെടുത്ത് വെക്കണമെന്നുണ്ടായിരുന്നു. ജാനറ്റ് ഭീഷണിപ്പെടുത്തി. അങ്ങോട്ട് കാല് വെക്കല്ലേ മോനെ, അത് കാലെ പിടിച്ച് വലിച്ചോണ്ട് പോകും, മുക്കിക്കൊല്ലും. ഡെന്നിച്ചൻ കടലിൻ്റെ അടുത്തേക്ക് പോയതേയില്ല. തീരത്ത് കടലിടിക്കുന്ന ഒച്ചയും തിര വന്നൊടിയുന്ന കാഴ്ചയും കടലിൻ്റെ നിരന്തരമായ ഇളക്കവും അവനെ പേടിപ്പെടുത്തുന്നതായിരുന്നു. ഒരു ഭൂതത്തെ പോലെയാണ് കടലിനെ അവൻ കണ്ടത്. ആ കാഴ്ചയിൽ ഒരു താല്പര്യവും അവന് തോന്നിയില്ല. വീട്ടിലേക്ക് തിരിച്ചു പോയാൽ മതിയെന്നായി. പക്ഷേ ശൗരിക്കുട്ടി വരാൻ കൂട്ടാക്കുന്നില്ല. അവന് കടൽ കണ്ടിട്ടും മതി വരുന്നില്ല. എണീറ്റ് പോകാൻ തോന്നുന്നതേയില്ല. തിരയിൽപ്പെട്ടുവരുന്ന ചെറിയ ജലജീവികളും പുറകോട്ട് നടക്കുന്ന ചെറുഞണ്ടുകളും കൊക്കുകളും എല്ലാം അവൻ്റെ കൗതുകങ്ങളായി. ജാനറ്റ് അവൻ്റെ കൈ പിടിച്ചു വലിച്ചു. എണീച്ചു വാ മോനെ, അമ്മയറിഞ്ഞ എന്നെ കൊല്ലും. എമിലി അറിയാതെയാണ് കടപ്പുറത്തേക്കുള്ള വരവ്. കുഞ്ഞെന്നെയും എമിലിയും കൂടി തോട്ടിലെ വെള്ളത്തിൽ കുതിരാനിട്ട ഓലമടലുകൾ എടുത്തു വരാൻ പോയിരിക്കുകയാണ്. ആ തക്കം നോക്കിയാണ് ജാനറ്റ് തൻ്റെ അനുജന്മാർക്ക് കടൽ കാണിച്ചു കൊടുക്കാൻ ഇറങ്ങിയത്. ശൗരിക്കുട്ടി ജാനറ്റിന് പിടികൊടുക്കാതെ അങ്ങങ്ങ് തെന്നിയോടി. അവൾ പിടിച്ചപ്പോഴൊക്കെ കൈ കുതിറിച്ചു. വല്ല വിധേനയും ജാനറ്റ് അവനെ പിടികൂടി വലിച്ചു വീട്ടിലേക്ക് നടത്തി. ഇനി ഒരിക്കലും നിന്നെ ഞാൻ കടൽ കാണാൻ കൊണ്ടുപോകത്തില്ല. ജാനറ്റ് അവനോട് മുഖം വീർപ്പിച്ചു. പാതി വഴി ചെന്നപ്പോഴേ അവൾ കണ്ടു. അമ്മ അന്വേഷിച്ചു വരുന്നു. അമ്മയുടെ കയ്യിൽ 2 വടിയുണ്ട്. ഇന്ന് അടി കിട്ടിയത് തന്നെ അവൾ ഉറപ്പിച്ചു. നീ എവിടെ പോയതാ കൊച്ചിനെയും കൊണ്ട്? കടപ്പുറത്ത്. ആരോട് ചോദിച്ചിട്ട് പോയി? ജാനറ്റ് മിണ്ടാതെ മുഖം താഴ്ത്തി. അടി എന്തായാലും ഉറപ്പായി കഴിഞ്ഞു. ആദ്യം ജാനറ്റിന് തന്നെ കിട്ടി. ഓരോ അടിക്കും എമിലി ചോദിച്ചുകൊണ്ടിരുന്നു, ഇനി നീ പിള്ളേരെയും കൊണ്ട് കടപ്പുറത്ത് പോകുവോടി? കണങ്കാലിലും തുടയിലും തീപ്പൊള്ളലേറ്റാലെന്ന പോലെ ജാനറ്റ് 2 കൈകൊണ്ട് തൂത്തുകൊണ്ട് കാരിക്കരഞ്ഞു. ഇല്ലമ്മേ, എന്നെ അടിക്കല്ലേ അമ്മേ, മതി. ആരോട് ചോദിച്ചിട്ട് പോയടി നീ? അടുത്ത അടി വീണു. ഇല്ലമ്മേ, ഇല്ല. ഈ പിള്ളേരോടി വെള്ളത്തിൽ ചാടിയ നിനക്ക് രക്ഷിക്കാൻ പറ്റുമോടി? വീണ്ടും അടിപെട്ടി. അടിക്കല്ലേ അമ്മേ, ഇനി ഞാൻ പോകത്തില്ല. ജാനറ്റ് നിലത്തിരുന്ന് കാല് 2 തൂത്തുകൊണ്ട് നിലവിളിച്ചു. ഇത്രയുമായപ്പോൾ ശൗരിക്കുട്ടി ഇടപെട്ടു. വീണ്ടും അടിക്കാനോങ്ങിയ അമ്മയുടെ കയ്യിലെ വടിയിൽ അവൻ കയറിപ്പിടിച്ചു. വേണ്ട. എമിലി അവൻ്റെ പിടിവിടുവിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ മുഖം അങ്ങോട്ടടുപ്പിച്ച് അവളുടെ കൈത്തണ്ടയിൽ ഒരു ഉഗ്രം കടിവെച്ചു കൊടുത്തു. എമിലിയുടെ കയ്യിൽ നിന്ന് വടികൾ താഴെ വീണു. എമിലി കൈത്തണ്ടയിൽ നോക്കി. മുൻനിരയിൽ മാത്രമേ ശൗരിക്കുട്ടിക്ക് പല്ലുകളുള്ളൂ എന്നതിന് ഇനി വേറെ തെളിവൊന്നും വേണ്ട. ഉള്ളതത്രയും കൈത്തണ്ടയിൽ കുത്തിത്തറഞ്ഞിട്ടുണ്ട്. ശൗരിക്കുട്ടി കുനിഞ്ഞ് നിലത്ത് കിടന്ന വടികളെടുത്ത് ആഞ്ഞെറിഞ്ഞു. അത് 2, 3, 4 അടി അപ്പുറത്ത് ചെന്ന് വീണെങ്കിലും എമിലിയുടെ നേർക്കുള്ള ശൗരിയുടെ ആദ്യത്തെ ശക്തമായ പ്രതിഷേധ പ്രകടനമായിരുന്നു അത്. ഡെന്നിച്ചനാണെങ്കിൽ അടുത്ത അടി അവന് കിട്ടിയേക്കുമെന്ന് ഭയന്നു മാറി ചൂളി നിൽക്കുകയായിരുന്നു. എമിലി പിന്നെ ആരെയും അടിച്ചില്ല. ആരോടും മിണ്ടാണ്ട് കടപ്പുറത്ത് പോയിരിക്കണ. എമിലി തന്നെത്താൻ എന്നോണം പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു. ശൗരി നടത്തത്തിനിടയിൽ കൂടെ കടലിൻ്റെ നേർക്ക് തിരിഞ്ഞു നോക്കി. ഒടുവിൽ അവൻ കടലിൻ്റെ നേർക്ക് കൈനീട്ടി ഒരാംഗ്യം കാണിച്ചു. പിന്നെ വരാമെന്ന്. ജാനറ്റ് വീട് വരെ കരഞ്ഞുകൊണ്ടുപോയി. കുഞ്ഞന്ന അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ചെന്നപാടെ ഡെന്നിച്ചൻ കുഞ്ഞന്നയോട് ആവലാതിപ്പെട്ടു. അമ്മ തല്ലി. നീ അവളെ അടിച്ചോടി? കുഞ്ഞന്ന എമിലിയോട് ചോദിച്ചു. അടിച്ചു. ആരുമില്ലാത്ത തക്കം നോക്കി പിള്ളേരെയും കൊണ്ട് കടപ്പുറത്ത് പോയേക്കണ. അടിച്ചാൽ മതിയോ? അവിടെ മുട്ടുകാല് തല്ലി ഓടിക്കണ്ടേ? കുഞ്ഞന്നയെ കണ്ടതും ജാനറ്റിൻ്റെ കരച്ചിലിന് ശക്തി കൂടി. കുഞ്ഞന്ന ജാനറ്റിൻ്റെ കാലുകളിൽ വടി വരഞ്ഞ പാടുകൾ നോക്കിയിട്ട് പറഞ്ഞു, എന്നാലും എമിലിയെ, നീ എന്നെ അടിയാടി അടിച്ചത്? അവളും കൊച്ചല്ലേ. ഇനി ഒരിക്കലും പോവരുത് കടപ്പുറത്ത്. ഡെന്നിച്ചനോ ശൗരിക്കുട്ടിയോ വെള്ളത്തിൽ ഇറങ്ങിയ ആരുണ്ട് കാണാൻ? ഒരൊറ്റ മനുഷ്യക്കുഞ്ഞുണ്ടോ? ഇല്ലല്ല. വെറുതെ കിടക്കണ കുളമോ കായലോ അല്ല. തിര കയറി വരും. പോണ പോക്കിൽ വലിച്ചോണ്ടങ്ങ് പോകും. ഇവക്ക് രക്ഷിക്കാൻ പറ്റുമോ? സംഗതി ശരിയാണെന്ന് കുഞ്ഞന്നയ്ക്കറിയാം. ഇപ്പോൾ ചെല്ലിക്കടപ്പുറം നോക്കത്ത ദൂരത്തോളം വിജനമാണ്. ചെറുതിരകൾ വരുമ്പോൾ കുട്ടികൾ കാല് നനയ്ക്കാൻ അല്പം ഇറങ്ങി നിന്നെന്ന് വരും. അപ്പോഴായിരിക്കും ഒരു വലിയ തിര വരിക. തിരയടിയേറ്റാൽ കുഞ്ഞുങ്ങൾ വീണുപോകും. തിരമടങ്ങുമ്പോൾ കടലിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. എല്ലാം നിമിഷ നേരം കൊണ്ട് കഴിയും.
കുഞ്ഞന്ന അമ്മയുടെ അനീതിയെ ചോദ്യം ചെയ്യുന്നത് കണ്ട് സമാധാനത്തിൽ നിൽക്കുകയായിരുന്നു ശൗരിക്കുട്ടി. ഇനിയും അമ്മയെ വഴക്ക് പറയുന്നത് കേൾക്കാൻ അവൻ കാതോർത്തെങ്കിലും കുഞ്ഞന്ന അവനെ നിരാശപ്പെടുത്തിക്കൊണ്ട് പിന്മാറിക്കളഞ്ഞു. ജാനറ്റിനെ അരികെ പിടിച്ചിരുത്തി കുഞ്ഞന്ന ആശ്വസിപ്പിക്കുമെന്ന് ശൗരിക്കുട്ടി വിചാരിച്ചു. അതും ഉണ്ടായില്ല. സാധാരണ അടി കൊടുത്താൽ എമിലി തന്നെ മക്കളെ വിളിച്ച് അതിൻ്റെ കാര്യകാരണങ്ങൾ പറഞ്ഞുകൊടുത്ത് സാന്ത്വനിപ്പിക്കാറുള്ളതാണ്. ഇത്തവണ അങ്ങനെയും സംഭവിച്ചില്ല. ജാനറ്റ് പിന്നാമ്പുറത്തെ അലക്കുകല്ലിലിരുന്ന് ഏങ്ങലടിച്ചു. വടക്കേ വീട്ടിലെ മറിയമ്മ വന്ന് 2 പീലി കറിവേപ്പില എടുത്തോട്ടെ എന്ന് അവളോട് ചോദിച്ചപ്പോൾ അവൾ ഏങ്ങലടി നിർത്തി എടുത്തോളാൻ പറഞ്ഞു. അത് പതിവുള്ളതാണ്. ഡാലിയ മോളുണ്ടോ അവിടെ? ജാനറ്റ് മറിയമ്മയോട് ചോദിച്ചു. അവിടെ ഉണ്ടായിരുന്നില്ല. നീ ഇന്ന് അങ്ങോട്ട് വന്നില്ലേ? ഇല്ല, ഞാൻ കണ്ടില്ല. നീ എന്തിനാ കരഞ്ഞേ? ചുമ്മാ. മറിയമ്മ കറിവേപ്പില എടുത്തുകൊണ്ട് പോയി. ചേച്ചിയുടെ കരച്ചിൽ നിന്നല്ലോ എന്ന് സമാധാനിച്ച് നിൽക്കുകയായിരുന്നു ശൗരി. മറിയമ്മ പോയതും അവൾ നിർത്തിവെച്ചിരുന്ന ചിണുങ്ങലും ഏങ്ങലടിക്കലും പിന്നെയും തുടർന്നു. തൻ്റെ കുറ്റം കൊണ്ട ജാനറ്റിന് അടി കിട്ടിയതെന്ന് ശൗരിക്ക് തോന്നി. അവൻ അവളുടെ അരികെ ചെന്നിരുന്നു. അവളുടെ കാലിൽ തിണർത്ത് കിടക്കുന്ന അടിയുടെ പാടുകളിൽ അവൻ തൊട്ടു. പിന്നെ കുഞ്ഞു കൈവിരലുകൾ കൊണ്ട് തലോടി. അതിനുശേഷം അവിടെ ഊതിക്കൊടുത്തു. അതോടെ ജാനറ്റിൻ്റെ ഏങ്ങൽ നിലച്ചു. ഒരാളെങ്കിലും ആശ്വസിപ്പിക്കാനുണ്ടായല്ലോ. ശൗരിക്കുട്ടി പലതവണ ജാനറ്റിനെ പ്രലോഭിപ്പിച്ചു. കടപ്പുറത്ത് പോകാമെന്ന് അവന് പറയാനറിയില്ല. കടലിൻ്റെ ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ആംഗ്യം കാണിക്കാനേ അറിയൂ. ജാനറ്റ് അവൻ്റെ അപേക്ഷ ക്രൂരമായി തിരസ്കരിച്ചു കളഞ്ഞു. നീ കണ്ടില്ലേ മോനെ, അമ്മ ചേച്ചീനെ അടിച്ചു. ജാനറ്റ് കുഞ്ഞനുജനെ ഓർമ്മപ്പെടുത്തി. അടികൊണ്ട് എൻ്റെ കാല് പൊട്ടിയില്ലായിരുന്നോ? ശൗരിക്കുട്ടി അവളുടെ കാലുകളിലേക്ക് നോക്കി. ഇല്ല ഇല്ല. അവൻ അവളുടെ കാലിൽ തൊട്ട് കാണിച്ചു. അടിയുടെ പാടൊന്നും കാണാനേ ഇല്ല. അതെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. പിന്നെന്തിനാണ് പേടിക്കുന്നത്? അമ്മ അറിഞ്ഞ ഇനി അടിക്കും. വേണ്ടാട്ടോ. ജാനറ്റ് അവനെ അടക്കി നിർത്തി. ഒരു ദിവസം ശൗരിക്കുട്ടിക്ക് പെട്ടെന്നൊരു ബോധോദയമുണ്ടായി. പടിഞ്ഞാറ് കടലിൻ്റെ ദിക്കിൽ നിന്ന് ആരോ വിളിച്ച പോലെ അവൻ ചുറ്റും നോക്കി. അമ്മ കയറ് പിരിച്ച് തളർന്ന ഉച്ചക്കഞ്ഞിയും കുടിച്ചിട്ട് അകത്ത് സിമൻറ്റ് തറയിൽ വിരിച്ച പുൽപ്പായയിൽ കിടന്ന് മയങ്ങുന്നു. കുഞ്ഞന്ന ഡെന്നിച്ചിൻ്റെ കൈ പിടിച്ച് സോപ്പ് പൊടി വാങ്ങാൻ കടയിലേക്ക് പോയി. വിൻസി മാസിക വായിച്ച് പിൻവരാന്തയിലെ അഴുക്ക് പുരണ്ട അരഭിത്തിയിലിരിക്കുന്നു. കടലിൻ്റെ വിളി ശൗരിക്കുട്ടി പിന്നെയും കേട്ടു. ഇനി അവന് ഒരു നിമിഷം പോലും നിൽക്കാൻ വയ്യ. ഏതോ ഭൗമേതര ശക്തിയാൽ ആകർഷിക്കപ്പെട്ട സ്വപ്നാടകനെപ്പോലെ ശൗരിക്കുട്ടി കടപ്പുറത്തേക്ക് നടന്നു. ഉച്ചവെയിൽ കത്തിക്കാളുന്ന ആകാശത്തിനു കീഴെ അവൻ നീലക്കടലിൻ്റെ തിളക്കം കണ്ട് തരിച്ചു നിന്നു. കടൽ അവനെ കൈകാട്ടി വിളിക്കുന്നു. വാ മോനെ വാ. ശൗരിക്കുട്ടിയുടെ പാദങ്ങൾ തിര വന്ന് കുതിർന്ന മണലിൽ സ്പർശിച്ചു. അടുത്ത തിര അവൻ്റെ കാലുകളിൽ കടൽ പാമ്പിനെപ്പോലെ ചുറ്റിവലിച്ചു. സുഖകരമായ നനവും തണുപ്പും. തിര പിൻവലിയുമ്പോൾ അവൻ്റെ പാദങ്ങളെ ഇക്കിളി കൂട്ടിക്കൊണ്ട് കാലിനടിയിലെ മണൽ ചോർന്നു പോയിക്കൊണ്ടിരുന്നു. അവൻ്റെ പാദങ്ങൾ നനഞ്ഞ മണലിൽ ചൂഴ്ന്നു താണു. വീണ്ടും തിര വന്ന് അവൻ്റെ പാദത്തിനു കീഴിൽ ഇക്കിളി കൂട്ടുകയും മണൽ ഊറ്റിക്കൊണ്ട് മടങ്ങുകയും ചെയ്തു. അടുത്ത തിരമാല വലുതായിരുന്നു. അത് നേരെ വന്ന് ഊക്കോടെ അവൻ്റെ നെഞ്ചിലടിച്ചു. അടുത്ത ക്ഷണം അവൻ മറിഞ്ഞു വീണു. തിരക്കൈകൾ അവനെ കോരിയെടുത്ത് അവൻ നിന്നിടത്തു നിന്ന് 10 അടിയോളം കരയിലേക്ക് കൊണ്ടുപോയി വെച്ചു. തിരികെ പോയ തിര അവനെ എടുക്കാൻ മറന്നു. ശൗരിക്കുട്ടിയുടെ കണ്ണിലും വായിലും മൂക്കിലും കടൽവെള്ളം അടിച്ചു കയറി. വിക്കിയും തുമ്മിയും അവന് ശ്വാസം മുട്ടി. അവൻ വായ തുറന്നടച്ചപ്പോൾ പല്ലുകൾക്കിടയിൽ മണൽത്തരികൾ ഞെരിഞ്ഞു. 2-3 കവിൾ ഉപ്പുവെള്ളം അറിയാതെ അവൻ വിഴുങ്ങിപ്പോയി. അടുത്ത തിര വന്ന് മണലിൽ പതിഞ്ഞുകിടന്ന അവൻ്റെ ശരീരത്തെ ഒന്ന് തൊട്ടുഴിഞ്ഞ ശേഷം മടങ്ങിപ്പോയി. ശൗരിക്കുട്ടി തുമ്മിയും വിക്കിയും കണ്ണു പുകഞ്ഞും എഴുന്നേറ്റിരുന്നു. കൈഞ്ഞൊടിച്ചു വിളിക്കുമ്പോൾ ഓടിവരുന്ന നായ്ക്കുട്ടിയെപ്പോലെ അനുസരണയോടെ വന്നുകൊണ്ടിരുന്ന തിരമാലകളിലൊരെണ്ണം ഇങ്ങനെയൊരു അടിയടിക്കുമെന്ന് അവനൊരിക്കലും വിചാരിച്ചതല്ല. പിന്നെ കാൽച്ചുവട്ടിലേക്ക് തിര വരുമ്പോഴെല്ലാം അവൻ ഓടിമാറി. ആ കളിക്കിടയിൽ എപ്പോഴോ ഒരു തിര കൂടി വന്ന് അവനെ അടിച്ചു വീഴ്ത്തി. ആ തിരയോടൊപ്പം അവൻ അല്പദൂരം കടലിലേക്ക് ഒഴുകിപ്പോയി. അടുത്ത തിര അവനെ വട്ടം കറക്കി മറിച്ച് പിന്നെയും കരയിലേക്ക് കൊണ്ടുവന്നു. എന്താണ് സംഭവിച്ചതെന്ന് ശൗരിക്കുട്ടിക്ക് മനസ്സിലായില്ല. ഈ കളി അത്ര രസമുള്ളതല്ല എന്ന് മാത്രം പിടികിട്ടി. ആരോ നിലവിളിച്ച പോലുള്ള ഒച്ച കേട്ട് അവൻ തലതിരിച്ചു നോക്കിയപ്പോൾ കരയ്ക്ക് നിന്നും അമ്മ പാഞ്ഞു വരുന്നു. അമ്മയുടെ കയ്യിലേക്ക് അവൻ നോക്കി. വടിയും കൊണ്ടാണോ അമ്മ വരുന്നത്? ജാനറ്റിന് കിട്ടിയ അടിയുടെ ഓർമ്മയിൽ അവൻ ചൂളി. എമിലി മകൻ്റെ അടുത്ത് വന്ന് കിതച്ചുകൊണ്ട് നിന്നു. അവനെ തുറച്ചു നോക്കി. അവൻ്റെ തലയും കഴുത്തും ഉടലുമെല്ലാം നനഞ്ഞിരിക്കുന്നത് കണ്ടപ്പോഴേ എമിലിക്ക് മനസ്സിലായി അവൻ കടലിൽ ഇറങ്ങിയെന്നും
തിരയടിയിട്ട് വീണുവെന്നും. ശൗരിക്കുട്ടിക്ക് അവളുടെ നോട്ടവും ഭാവവും കണ്ട് പേടിയായി. അവൻ കരയ്ക്ക് നോക്കിയപ്പോൾ കുഞ്ഞനെയും ഏതാനും അയൽക്കാരും ഓടി വരുന്നത് കണ്ടു. അവന് പാതി സമാധാനമായി. അവരുണ്ടെങ്കിൽ അമ്മ അടിക്കില്ലായിരിക്കും. എമിലി അവനെ അടിച്ചില്ല. പകരം കയ്യിൽ പിടിച്ചു വലിച്ച് കടലിലേക്കിറക്കി. അവളുടെ കാൽമുട്ടിനു മീതെ തിരയടിച്ച് കയറിയപ്പോൾ അവൾ ശൗരിയുടെ കൈ വിട്ടു. തിരമാല അവനെ മലർത്തിയടിച്ചു. അവൻ്റെ വായിലും മൂക്കിലും കണ്ണിലും ഉപ്പുവെള്ളം കയറി. അവൻ തിരയിൽപ്പെട്ടൊഴുകിച്ചെന്ന് കരയ്ക്കടിഞ്ഞു. എമിലി പോയി അവനെ വലിച്ചെണീൽപ്പിച്ചു. നിന്റെ കൊതി ഞാൻ തീർത്തു തരാം. ഇങ്ങോട്ട് വാ. മുട്ടേന്ന് വിരിഞ്ഞില്ല. നിനക്ക് കടലിൽ കളിക്കണം അല്ലേ? എമിലി വീണ്ടും അവനെ കടലിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ശൗരിക്കുട്ടി അലറിക്കരഞ്ഞു. വേണ്ടമ്മ, വേണ്ട, വേണ്ടായേ, വാടാ ഇവിടെ, നിന്റെ കൊതി തീരട്ടെ. എമിലി വീണ്ടും വലിച്ച് അവനെ ആർത്തലച്ചു വന്ന തിരയിലേക്ക് ഇട്ടുകൊടുത്തു. അതിൻ്റെ അടിയേറ്റ് മലച്ചുപോയ ശൗരി വീണ്ടും കരയിലേക്ക് മറിഞ്ഞൊഴുകി. അവന് കണ്ണ് കാണാൻ വയ്യാതായി. ഉപ്പുവെള്ളം കുടിച്ചു. മൂക്കിൽ വെള്ളം കയറി. വിക്കി ശ്വാസം മുട്ടി. കുഞ്ഞെന്നെ ഓടി വന്ന് ശൗരിയെ വാരിയെടുത്ത് നേരെ നിർത്തി. അപ്പോഴേക്കും കലി പൂണ്ട് എമിലി വീണ്ടും കരയ്ക്ക് കയറി വന്നു. ശൗരിക്ക് കരയാൻ ശബ്ദവും ശ്വാസവും കിട്ടുന്നില്ല. വാ തുറന്നപടി ഇരിക്കുകയാണ്. എമിലി വീണ്ടും അവൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ കുഞ്ഞെന്നെ തടഞ്ഞു. നിനക്കെന്താ പ്രാന്താണോടി? കൊച്ചിനെയാണോ നീ കടലിലെറിഞ്ഞു കളിക്കണേ? കടലിൽ ചാടാനുള്ള അവൻ്റെ കൊതി ഞാൻ തീർത്തേക്കാം, എമിലി പുലമ്പി. എമിലി എന്തു പ്രാന്താ ഈ കാണിച്ച്? കടപ്പുറത്തേക്ക് വന്ന മറിയമ്മ ശകാരിച്ചു. എൻ്റെ കണ്ണൊന്ന് അടഞ്ഞതേയുള്ളൂ. ആ തക്കത്തിന് കടലിലോട്ട് പാഞ്ഞേക്കണ. ആരും കണ്ടില്ലല്ല, ആരും അറിഞ്ഞുമില്ലല്ല, എമിലി ചീറിക്കൊണ്ട് പറഞ്ഞു. അമ്മ നോക്കുവോ ഇവനെ? വിൻസി നോക്കുവോ? നിങ്ങൾ ആരെങ്കിലും നോക്കുവോ? അതിന് കൊച്ചിനോട് ഇതാണോടി ചെയ്യണേ? മറിയാമ്മ കലമ്പി. ഇനി മേലാൽ ഇവൻ കടലിൽ ഇറങ്ങല്ല. ഇത് ചാവുകടല. എൻ്റെ ആഞ്ചലോ ചായനെ കൊണ്ടുപോയ കടല. ഇത് കാണുമ്പം ഇവൻ പേടിക്കണം. കുഞ്ഞന്ന ശൗരിയെ എടുത്ത് കുലുക്കി അവൻ്റെ തലയിൽ പലതവണ തട്ടി. തലകീഴായി തൂക്കിപ്പിടിച്ചു, കുടഞ്ഞു. ഒടുവിൽ അവന് കരച്ചിലും ശ്വാസവും വീണ്ടു കിട്ടി. അവൻ തൊള്ള കീറി കരഞ്ഞു. എമിലിയുടെ ആ ഒറ്റമൂലി കൊണ്ടൊന്നും ശൗരിയെ അടക്കി നിർത്താൻ കഴിഞ്ഞില്ല. കടലിനോടുള്ള അവൻ്റെ ആകർഷണത്തിന് ഒരു കോട്ടവും സംഭവിച്ചില്ല. ആരും കാണാതെ കടപ്പുറത്ത് പോയതിന് പലതവണ അവൻ എമിലിയോട് അടിവാങ്ങി. 3-ാം വയസ്സിൽ അവൻ ജർമ്മിച്ചായൻ്റെ വള്ളത്തിൽ കയറി കടലിൽ പോയി. അടുത്ത ഭാഗം നാളെ.